വെബിനാറിലേക്ക് കിടക്കാം. എല്ലാവരും എക്സാമിനൊക്കെ അപ്ലൈ ചെയ്തോ? എല്ലാവരും എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഓഡിയോ ഓക്കെ അല്ലേ? ഓക്കെ എക്സാമിന് അപ്ലൈ ചെയ്തു. അപ്പൊ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡേറ്റ് നമുക്ക് വെബ്സൈറ്റിൽ പറഞ്ഞേക്കുന്നത് നാളെ വരെയാണ്. കുറെ പേർക്ക് ഇന്ന് സൈറ്റ് പ്രോബ്ലം ഉള്ളതായിട്ട് പറഞ്ഞു. നമുക്കറിയാലോ ഏതൊരു എക്സാം വന്നാലും എപ്പോഴും ഏറ്റവും അവസാന ദിവസങ്ങളിൽ നമുക്ക് സൈറ്റ് കിട്ടത്തില്ല, സൈറ്റ് ഹാങ് ആയിരിക്കും. ഒരുപാട് പേര് ഒന്നിച്ച് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് 15-ാം തീയതി വരെ. ഇപ്പം അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സമയം. ഇപ്പൊ ഓൾറെഡി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു, 15 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സബ്മിറ്റ് ചെയ്തവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റും, അത് തിരുത്താനായിട്ടും പറ്റും. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് റീചെക്ക് ചെയ്തോണം. അപ്ലൈ ചെയ്തു എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിരിക്കാതെ ഒന്ന് റീചെക്ക് ചെയ്തേക്കണം കേട്ടോ. കാരണം ചിലർക്കൊക്കെ അബദ്ധം പറ്റുന്ന മേഖലയാണ് ഈ ലാംഗ്വേജ് ഒക്കെ ചൂസ് ചെയ്യുന്നത്. ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നതിലും പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നതിലും പിന്നെ അതിൽ ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് ടൈമിൽ വരില്ല. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, നമുക്ക് സ്ലൈഡിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് ഇനിയിപ്പോ ഉള്ള ടൈം കൊണ്ട് എങ്ങനെയാണ് പഠിച്ച് കേട്ടിട്ട് നേടേണ്ട ആ ഒരു കാര്യമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സിമ്പിൾ ആയിട്ട് നമ്മൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇതൊരു വലിയ എക്സാം ഒന്നുമല്ല, ജസ്റ്റ് ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്, നിങ്ങൾക്ക് അറിയാമല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, നമുക്കൊരു ക്വാളിഫൈ ആകാനൊരു പ്രിസ്ക്രൈബ്ഡ് മാർക്കുണ്ട്. വേറെ ആരുടെ മാർക്കും നമ്മളെ ബാധിക്കുന്നതല്ല. നമ്മൾ ആ ഒരു മാർക്ക് ഒന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എക്സാം ക്വാളിഫൈ ആയി കഴിഞ്ഞു. ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് പോലെ ഒരുപാട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നമ്മൾ ഈ ഒരു കടമ്പ നമുക്കറിയാലോ, എല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ സൈക്കോളജി ആണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും ഒക്കെ എന്താണ്, എല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ എങ്ങനെ ചോദ്യ രൂപത്തിൽ വരുമ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, അതിലാണ് നമ്മുടെ ആ ഒരു മാർക്ക് ഇരിക്കുന്നത്. അപ്പൊ ഒരുപാട് ഹാർഡ് വർക്ക് വേണമെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. നമുക്ക് സ്മാർട്ട് വർക്കിലൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് കിടക്കാം. അപ്പം നിങ്ങൾ 4 കാറ്റഗറിയിലുള്ളവര് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനിയിപ്പോ അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ, ഡൗട്ട് കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 4 കാറ്റഗറി ആണെന്ന് അറിയാം. കാറ്റഗറി 1 എന്ന് പറയുമ്പോൾ അറിയാലോ, ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനായിട്ട്. അത് ആർക്ക് എഴുതാൻ പറ്റുക? ബി.എഡുകാർക്ക് പറ്റുമോ? ഇല്ല. DLED അല്ലെങ്കിൽ TTC അവർക്കാണ് കാറ്റഗറി 1 എഴുതാൻ പറ്റുന്നത്. 2 കൂട്ടർക്കും എഴുതാൻ കഴിയുന്ന എക്സാം ആണ് കാറ്റഗറി 2 വരുന്നത് അല്ലേ, അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലും. ഇപ്പൊ നമുക്കൊരു LPUP എക്സാമിനേഷൻ കഴിഞ്ഞു. അടുത്ത LPUP എക്സാമിനേഷനുള്ള പ്രിപ്പറേഷൻ എന്താണ്, ആൾക്കാർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു ടൈം തന്നെയാണല്ലേ. അപ്പൊ ആരും എക്സാം വരുന്നത് വരെ കാത്തൊന്നും ഇരിക്കത്തില്ല. ഒരു എക്സാം അത് കഴിഞ്ഞാൽ ഉടനെ എന്താണ്, അടുത്ത പ്രിപ്പറേഷൻ തുടങ്ങുവാണ്. പലരും തുടങ്ങിക്കഴിയും. അപ്പൊ നിങ്ങൾക്കും അവരുടെ കൂടെ എത്തണം. അതിനെന്ത് വേണം? ആദ്യം കേട്ട എക്സാമിനേഷൻ പാസ്സാവണം. അപ്പൊ ഈ ഒരു കേട്ടിട്ട് എക്സാമിനേഷൻ പാസ്സാവാതെ നമ്മൾ എന്താണ് പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. ആദ്യം എന്ത് ചെയ്യണം, നമ്മളിത് പാസ്സാവണം. അപ്പൊ ഇപ്പൊ തന്നെ എന്ത് ചെയ്യും, ഏറ്റവും ആദ്യം തന്നെ ഇപ്പൊ പലരും ചിന്തിക്കും LPUP എക്സാം കഴിഞ്ഞു, ബി.എഡുകാരാണെങ്കിൽ HS എക്സാം ഒക്കെ അടുത്ത മാസത്തായിട്ട് നടക്കാനായിട്ട് പോവുകയാണ്. ഈ എന്തിനാണ് ഞങ്ങൾ എഴുതിയെടുക്കുന്നതെന്നൊന്നും ചിന്തിച്ചിരിക്കല. ക്വാളിഫയിങ് എക്സാമിനേഷൻ നമ്മളിപ്പം TTC DLED അല്ലെങ്കിൽ B.Ed പഠിച്ചത് കൊണ്ട് എന്താണ്, അതിന് പ്രയോജനം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ ക്വാളിഫയിങ് എക്സാമിനേഷൻസ് പാസ്സാകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ്, ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എല്ലാവിധ ഹെൽപ്പും പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളത്. അപ്പൊ കാറ്റഗറി 2 അറിയാലോ, അപ്പർ പ്രൈമറി ക്ലാസ്സുകളാണ്. കാറ്റഗറി 3 വരുമ്പോഴത്തേക്ക് എന്താണ്, ഹൈസ്കൂൾ ക്ലാസ്സുകളാണ്. കാറ്റഗറി 4 ഒരുപാട് പേര് പിന്നെയും ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഭാഷാ അധ്യാപകർ എന്ന് പറയുമ്പോൾ അവിടെ ഇംഗ്ലീഷ് മലയാളം ലാംഗ്വേജ് ഒക്കെ എടുത്തവരുണ്ടോ എന്നും. ഇംഗ്ലീഷും മലയാളവും എടുത്തവർ അവിടെ വരുന്നില്ല. അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു UP തലം വരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാറ്റഗറി 4. അപ്പൊ അവര് മാത്രമാണോ? അല്ല. ഈ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുണ്ടല്ലോ, ആർട്ട്, ക്രാഫ്റ്റ്, അതേപോലെ സ്പോർട്സ്, അപ്പൊ അവർക്കൂടെ വേണ്ടിയിട്ടാണ് കാറ്റഗറി 4. അപ്പൊ നിലവിൽ കാറ്റഗറി 3 ഇംഗ്ലീഷ് മലയാളം ഒക്കെ അപ്ലൈ ചെയ്തവർ ചോദിക്കുന്ന ഒരു സംശയമാണ്, ഞങ്ങൾ കാറ്റഗറി 4 കൂടെ അപ്ലൈ ചെയ്യട്ടെ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ എന്താ ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിന്റെ കാര്യം എന്താണ്, അതൊരു സ്പെഷ്യൽ കാറ്റഗറി ആണല്ലോ. അപ്പൊ അവിടെ എന്താണ് ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും സബ്ജക്റ്റുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്കുള്ളതാണ്. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇപ്പം അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുവാണ്, കൃത്യമായിട്ട് കാറ്റഗറി നോക്കി അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് വരുത്തിയിട്ടുള്ള ഒരു അബദ്ധമാണ്, കാറ്റഗറി 3 ഒരു സബ്ജക്റ്റിലൊക്കെ തെറ്റ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ, തെറ്റൊന്നും വരുത്താൻ നോക്കുക. ഇനി ആർക്കൊക്കെയാണ് കേട്ടിട്ട് വേണ്ടാത്തത്, അതും സംശയമുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പൊതുവെ ഉള്ളൊരു നിയമമാണ്, എന്താണ്, ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ
ഉണ്ടെങ്കിൽ എന്താണ് ലോവർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് എന്താണ് സീറ്റഡ് എന്ന് പറയുമ്പോൾ അറിയാലോ, സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അപ്പൊ അതിലെ കാറ്റഗറി 1 നേടിയിട്ടുള്ളവർക്ക് സീറ്റഡ് എന്താണ് ഈ ഒരു നമ്മുടെ അതിൽ എലിമെന്ററി സ്റ്റേജ് പാസ്സായവർക്ക് നമ്മുടെ കാറ്റഗറി 1 എഴുതണ്ട. അപ്പം ഈ ഒരു സീറ്റഡ് പ്രൈമറി സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നിലവിൽ ആർക്ക് മാത്രമാണ് DLED അല്ലെങ്കിൽ TTC-കാർക്കാണ്. മുമ്പ് ഒരു 2, 3, 4 എക്സാം മുമ്പ് വരെ എന്തായിരുന്നു BEd-കാർക്കും സീറ്റഡ് പേപ്പർ 1 ഒക്കെ എഴുതായിരുന്നു. ഇപ്പൊ ആ രീതി മാറിയിട്ടുണ്ട്. എങ്ങനെയാണോ കേറ്റഡ് 1 അതുപോലെ തന്നെയാണ് സീറ്റഡ് 1-ന്റെ യോഗ്യത. അപ്പൊ ഓൾറെഡി നിങ്ങൾ സീറ്റഡ് എക്സാമിനേഷൻ പാസ്സായവരാണെങ്കിൽ എന്ത് വേണ്ട, ആ കേറ്റഡ് 1 വേണ്ട. അപ്പൊ അതിനനുസരിച്ചുള്ള എക്സാംസ് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് സീറ്റഡ് യോഗ്യത വെച്ച് എഴുതാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്ക് അടുത്ത എന്താണ് കാറ്റഗറി 2-ന്റെ കാര്യത്തിലും ഇതേ പാറ്റേണിൽ തന്നെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എന്താണ് നെറ്റ്, സെറ്റ്, MPhil, PhD, MEd എന്നീ യോഗ്യതകൾ നേടിയവർക്ക് എന്താണ് കാറ്റഗറി 1 മുതൽ 4 വരെ ഉള്ളത് വേണ്ട. ഓൾറെഡി എന്താണ് ഈ ഹയർ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് PSC പ്രൊഫൈലിൽ നമുക്ക് കാണാം. ഒരിക്കലും ഇപ്പൊ എന്താണ് HSC ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് കാറ്റഗറി 3 ഇംഗ്ലീഷ് എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് കാറ്റഗറി 3 പാസ് മാത്രമല്ല ഇവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ എന്താണ് ഹയർ ക്വാളിഫിക്കേഷൻസ് ഒക്കെ അവിടെ കാണും. അതിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ആർക്കൊക്കെയാണ് ആ ഒരു എന്താ ഇളവുള്ളതെന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കാറ്റഗറി 3 ഇപ്പൊ BEd ഉള്ളവരാണെങ്കിൽ കാറ്റഗറി 3 കിട്ടിയെങ്കിൽ കാറ്റഗറി 2 വേണമെന്ന് നിർബന്ധമില്ല. കാര്യം എന്താണ്, അത് ഹയർ ക്വാളിഫിക്കേഷൻ ആണ്. അതേപോലെ കാറ്റഗറി 1 and 2 ഇതിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവർക്ക് തന്നെ എന്താണ് LP UP അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. പിന്നെയും പറയട്ടെ, നമ്മുടെ ഈ നിയമങ്ങൾക്കൊക്കെ എപ്പോ വേണമെങ്കിലും മാറ്റം വരും. അപ്പം പ്രധാനമായിട്ടും നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, നമുക്ക് എത്ര എന്താണ് അവയുടെ ക്വാളിഫിക്കേഷൻ എക്സാം ഏതൊക്കെയാണ് അത് നമ്മൾ പാസ്സാവുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ അത് പാസ്സാവാതെ ഇരുന്നിട്ട് മുമ്പിൽ ഒരു അവസരം വരുന്ന സമയത്ത് അയ്യോ ഞാൻ അന്നേ എഴുതിയെടുത്തായിരുന്നെങ്കിൽ ഈ അവസരം എനിക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നല്ലോ എന്ന് ഉള്ള ഒരു വിഷമിക്കേണ്ട കാര്യം വരരുത്. അപ്പൊ ഈ ഇടയ്ക്ക് ഒരു സ്റ്റുഡന്റ് അയച്ച ഒരു മെസ്സേജ് ആണ്, HSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പൊ കുറെ നാളായിട്ട് പ്രിപ്പറേഷൻ ഇങ്ങനെ നടക്കുവാണ്. ഇപ്പോൾ എക്സാം വിളിച്ച സമയത്ത് അപ്ലൈ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ആൾ അറിയുന്നത് കേട്ടിട്ട് കാറ്റഗറി 3 കിട്ടിയിട്ടില്ല, കാറ്റഗറി 2 ഉള്ളൂ, കാറ്റഗറി 3 കിട്ടിയില്ല. അപ്പോഴാണ് ആൾ അറിയുന്നത്. അപ്പം അത്രയധികം നല്ല പ്രതീക്ഷയോടെ ആ കുട്ടി ഇരുന്നിട്ട് അപ്ലൈ ചെയ്യാൻ നേരം നോക്കിയപ്പം യു ആർ ഇൻഎലിജിബിൾ എന്ന് കാണിച്ചു. അപ്പോഴാണ് ഈ കുട്ടി അറിയുന്നത് എന്താണ് കാറ്റഗറി 3 വേണമായിരുന്നു ഹൈസ്കൂൾ എഴുതാനായിട്ട്. അപ്പം നമ്മൾ പഠിച്ച മേഖല അത് കൃത്യമായിട്ട് എന്താണ് ഏതൊക്കെ പരീക്ഷ നമ്മൾ ക്വാളിഫൈ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഏതൊക്കെ പരീക്ഷകൾ എഴുതാൻ കഴിയൂ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അറിഞ്ഞു വെച്ചാൽ മാത്രം പോരാ, തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ക്വാളിഫയിങ് എക്സാമിനേഷനെ ഏറ്റവും അടുത്ത് വരുന്ന പരീക്ഷ എന്ന് എഴുതി ക്വാളിഫൈ ആവണം. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് ഇനി പഠിച്ചിട്ട് കാര്യമില്ല എന്നൊന്നും ചിന്തിച്ചിരിക്കണം. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളടാം. ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകളിലാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ അറിയാം, നമ്മുടെ ചാനലിലാണെങ്കിലും ഏറ്റവും സിമ്പിൾ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് നമ്മൾ ഓരോ ഏരിയയും ഡിസ്കസ് ചെയ്ത് ഏറ്റവും എന്താണ് എക്സാമിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. നമുക്കിപ്പോ സൈക്കോളജി പഠിക്കാതിരിക്കാം, എത്ര വേണമെങ്കിലും ഇരുന്ന് പഠിക്കാല്ലേ. ഉദാഹരണം ഞാൻ പറയുവാണ്, പിയാഷയുടെ ഒരു തിയറി എടുക്കും, നമുക്ക് എത്ര വേണമെങ്കിലും പഠിച്ചു പോകും, അത്രയ്ക്കുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യം നമുക്കുണ്ടോ? ഇല്ല. കേട്ട എക്സാമിനേഷന് പിയാഷെ എത്രമാത്രം വരും എന്നുള്ള കാര്യം നമ്മൾ അറിയണം, അവിടെ വെച്ച് പഠിക്കണം. അപ്പൊ എന്താണ് സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. അപ്പൊ സ്മാർട്ട് വർക്ക് ചെയ്യാനായിട്ട് എന്താണ് എന്താണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യണമെന്നല്ല, നമ്മളുണ്ട് എല്ലാ ഹെൽപ്പിലും അല്ലേ. അപ്പൊ ഈ ഓർമ്മിക്കേണ്ട ദിവസങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. 3-ാം തീയതി ഓൾറെഡി എന്താണ് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഫീസ് അടയ്ക്കാനും ഒക്കെ പിന്നെന്താണ് അപേക്ഷിക്കാനും ഉള്ള അതേപോലെ ഫയൽ പ്രിന്റ് എടുക്കാനുള്ള തീയതി 10-ാം തീയതി ആയിരുന്നു. അപ്പൊ അതായത് നാളെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, 15 വരെയാണ്. അപ്പൊ ഇതുവരെ അപ്ലൈ ചെയ്യാത്തറിയോ 15 സെറ്റ് ഹോൾഡർ ഇൻ സോഷ്യോളജി ഇല്ലില്ല. ഇംഗ്ലീഷില് നമുക്കിത് പറ്റില്ല കേട്ടോ. സിയ ഹബീബ ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഡിഗ്രി ഇംഗ്ലീഷ് ഹോൾഡർ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് എക്സ്ക്ലൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊഫൈലിൽ കയറി നോക്കുന്ന ടൈമിൽ നമുക്കറിയാം. എപ്പോഴും നമ്മുടെ എല്ലാ ക്വാളിഫിക്കേഷനും PSC പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കൃത്യമായിട്ട് നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ഈ സോഷ്യോളജി എന്ന് പറയുമ്പോഴത്തേക്ക് സ്പെഷ്യൽ സബ്ജക്ട് മറ്റൊരു സബ്ജക്ട് ആണ്. ഇംഗ്ലീഷിൽ എപ്പോഴും ഡിഗ്രി ഇംഗ്ലീഷ് ആണ്, BA ഇംഗ്ലീഷ് ആണ് അവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് സിയ വെച്ചിട്ടുള്ളത് കേട്ടോ.
ഓക്കെ, പിന്നെന്താണ് ഹാൾ ടിക്കറ്റ് തീയതി 14 എന്ന് പറഞ്ഞിട്ടുണ്ട്. 14 തീയതി എന്തായാലും ഹാൾ ടിക്കറ്റ് വരില്ല. പിന്നെ അതേപോലെ മറ്റ് എക്സാമുമായിട്ട് ക്ലാഷ് വരുന്നതുകൊണ്ട് എക്സാം ഡേറ്റ് മാറാൻ സാധ്യത ഉണ്ടെന്ന് പറയപ്പെടുന്നു. നമുക്ക് ഇതുവരെ കൃത്യമായിട്ട് എന്താണ് എക്സാം ഡേറ്റിന്റെ കാര്യത്തിൽ ഒരു മാറ്റത്തെ കുറിച്ച് ഒഫീഷ്യലി ഉള്ള അറിയിപ്പുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. എന്തായാലും എന്ത് ചെയ്യുക, ഒരു ഡേറ്റ് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കുക. എക്സാം എക്സ്റ്റെൻഡ് ചെയ്യുമായിരിക്കും, നീണ്ടുപോയാലും എവിടം വരെ പോകാനാ, ഒരുപാടൊന്നും മുമ്പോട്ട് പോകത്തില്ല. അപ്പൊ എന്ത് ചെയ്യുക, കൂടുതലൊന്നും ചിന്തിച്ചിരിക്കണം. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരു എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്, ആ ഡേറ്റ് വെച്ച് എന്താണ് പഠിച്ച് തുടങ്ങുക. സോഷ്യൽ സയൻസിന്റെ കാര്യം വേണ്ട സിയ, ഓൾറെഡി സെറ്റ് ഉള്ള ഒരാൾക്ക് സോഷ്യൽ സയൻസിൽ പിന്നെന്താണ് ഈ പറഞ്ഞ പോലെ കേട്ടിട്ട് നേടേണ്ട കാര്യമില്ല, അവിടെ ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ. ഓക്കെ, പിന്നെ നമുക്ക് എക്സാം ഡേറ്റ്, നിലവിൽ വന്നിട്ടുള്ള എക്സാം ഡേറ്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാം ഡേറ്റ് മാറിയാൽ നമ്മുടെ ഹാൾ ടിക്കറ്റിൽ കൃത്യമായിട്ട് എന്താണ് പുതിയ ഡേറ്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ എക്സാം ഡേറ്റിലൊക്കെ ഒരുപാട് പേര് അബദ്ധം വരുത്താറുണ്ട്. അതാ നോക്കിക്കേ, കാറ്റഗറി 1ഉം കാറ്റഗറി 2 ഒരു ദിവസം തന്നെയാണ് കേട്ടോ, എപ്പോഴും അങ്ങനെയാണ്. കാറ്റഗറി 1 and 2 എക്സാമിനേഷൻ രാവിലെ കാറ്റഗറി 1ന്റെ പരീക്ഷ നടക്കും, ഉച്ചയ്ക്ക് കാറ്റഗറി 2ന്റെ നടക്കും. ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു മീനാക്ഷി, 15-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നും പറഞ്ഞ് 14-15 അപ്ലൈ ചെയ്യാനായിട്ട് നോക്കിയിരിക്കല്, സൈറ്റ് പോവാടാ. സൈറ്റ് എന്നും ഇങ്ങനെയാണ്, എല്ലാ തവണ ഇങ്ങനെയാണ്. ഏറ്റവും അവസാനം എത്തുമ്പോഴത്തേ പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റ് അനങ്ങത്തില്ല, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യാ, നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. രാവിലെയൊക്കെ സൈറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്തു, സൈറ്റ് ഓക്കെ ആണ്. ഇപ്പൊ നിങ്ങൾ നോക്കാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, വെപ്രാളം പിടിച്ച് സൈറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കും, എവിടെയെങ്കിലുമൊക്കെ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ സമാധാനമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണ്, കാറ്റഗറി 1 and 2 എക്സാമിനേഷൻ ഒരു ദിവസമായിരിക്കും, കാറ്റഗറി 3 and 4ഉം ഒരു ദിവസമായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ കാറ്റഗറി 2 ഒരു ദിവസം പരീക്ഷ എഴുതി, ഇപ്പൊ 23-ാം തീയതി നമ്മൾ കാറ്റഗറി 2 എക്സാം എഴുതാൻ പോകുന്നു. പിറ്റേന്ന് കാറ്റഗറി 3 എക്സാം എഴുതാൻ പോകാൻ അതേ എക്സാം ഹാള് തന്നെ ആവണമെന്നില്ല. എന്ത് ചെയ്യാം, എക്സാം സെന്റർ ഒക്കെ മാറാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. ഞാനിപ്പോ പറയുന്നതെന്ന് വെച്ചാലും ഇപ്പൊ നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് തോന്നില്ല, പക്ഷെ പരീക്ഷ ഇങ്ങോട്ട് വന്ന് അടുത്തും പരീക്ഷാ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്താണ്, നമുക്ക് ഒരു ടെൻഷനൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത്. അപ്പൊ നിലവിലുള്ള ആ ഒരു സമയമെല്ലാം നമുക്ക് ഫീ അടയ്ക്കാൻ പറ്റാത്തതിന്റെ കാര്യം ഇതാണ്, പേയ്മെന്റ് സ്റ്റക്ക് ആവുന്നതിന്റെ കാര്യം സൈറ്റ് എറർ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നിലവിലുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയി കാണും. ആ ഒരു ഫീയുടെ കാര്യം വരുമ്പോഴത്തേക്ക് അത് സൈറ്റ് ബിസി ആകുമ്പോൾ നമുക്ക് ഒരിക്കലും എന്താണ് ആ സെർവറിൽ ഫീ അടയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഓൾറെഡി അവർ അതുകൊണ്ടാണ് ഈ ഒരു എക്സാം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടിട്ട് 3 സെറ്റ് ക്വാളിഫൈ ചെയ്താൽ നെക്സ്റ്റ് PSC UPSC എഴുതാം അല്ലേ? അതെ, നമുക്ക് എന്തായാലും ഇനിയിപ്പം ഒരു LPUP എക്സാം കഴിഞ്ഞിട്ടല്ല ഉള്ളൂ. ഇനിയിപ്പോ അടുത്ത വരുമ്പോഴത്തേക്ക് അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇനിയും സമയമുണ്ട്, പതുക്കെ എഴുതിയെടുക്കാന്ന് വിചാരിക്കും, എത്രയും പെട്ടെന്ന് എഴുതിയെടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ NCA നോട്ടിഫിക്കേഷൻസ് ഒക്കെ എടുത്തു വരും. അടുത്ത HSA നോട്ടിഫിക്കേഷൻ എന്തായാലും 2 years ഒക്കെ കഴിഞ്ഞിട്ടേ കാണത്തുള്ളൂ. ഇപ്പൊ ഓൾറെഡി എന്താണ് എക്സാം അടുത്ത മാസമാണ്. ഇപ്പൊ കഴിഞ്ഞ എന്റെ എക്സാംസ് ഒക്കെ നടക്കാനായിട്ട് പോകുന്നത്, ഓഗസ്റ്റ് ഒക്കെ ആയിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പം എന്ത് ചെയ്യുക, ഏറ്റവും ആദ്യം തന്നെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തെടുക്കാം. ഫൈനൽ ഇയർ ആണ്, ഡിഗ്രി ആൻഡ് PG ഇൻ ഇംഗ്ലീഷ് അപ്ലൈ ചെയ്യുമ്പോൾ ഏതൊക്കെ കാറ്റഗറി അപ്ലൈ ചെയ്യാം? B.Ed ഫൈനൽ ഇയർ ആയിട്ടുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യാം, കേട്ടിട്ട് 2ഉം 3ഉം എഴുതിയെടുക്കുവാണെങ്കിൽ 2 വെച്ചുകൊണ്ട് UP എഴുതാൻ പറ്റും. കാറ്റഗറി 3 വെച്ചുകൊണ്ട് ഹൈസ്കൂൾ HSA എഴുതാൻ കഴിയും. പിന്നെ സെറ്റ് എഴുതിയെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, HSST എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ ശ്രേയല, അപ്പം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, എല്ലാം നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എന്താണ് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ന്യൂസും നമ്മൾ വിട്ടു പോവാറില്ല. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എല്ലാ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ടോപ്പിക്കും റിവൈസ് ചെയ്ത് പഠിച്ച് പോകാനായിട്ട് നമ്മുടെ ക്ലാസ്സുകളും ഇപ്പൊ ഈ പറഞ്ഞ കേട്ടിന്റെ ആണെങ്കിലും, പിന്നെ ഇത് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത സെറ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുവാണെങ്കിൽ സെറ്റിനും, ഇനി നിങ്ങൾ നെറ്റ് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നെറ്റിനുള്ള ക്ലാസ്സുകളെല്ലാം നമ്മുടെ ഐപാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീലാണ്. നിങ്ങൾക്ക് അറിയാം, മറ്റേ സെന്ററുകളുമായിട്ടൊക്കെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യുന്ന സമയം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും അല്ലേ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ചെക്ക്ഔട്ട് ചെയ്യാം. അതിന് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫീയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 2 എന്താണ് ദിവസങ്ങളായിട്ട് ദിവസം മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യട്ടെ. നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുക, 23, 27 പരീക്ഷയാന്ന് പറഞ്ഞ് ഞങ്ങൾ പഠിച്ചുകൂടായിരിക്കോ? എന്നിട്ട് എക്സാം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബോണസ് ആയിട്ട് അങ്ങ് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ, നമുക്ക് റിവൈസ് ചെയ്തുകൂടെ? അപ്പൊ അത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെയാണ്, അതിന്റെ കാര്യങ്ങളൊക്കെ ആര്യ മിസ് പറയുന്നതായിരിക്കും. പിന്നെ നമുക്ക് ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാം. പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ തന്നിട്ടുണ്ട്, അപ്പൊ അതിലും ചോദിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ അടുത്ത ബാക്കി കാര്യങ്ങൾ പറയാനായിട്ട് ആര്യ മിസ്സിനെ ക്ഷണിക്കുകയാണ്. താങ്ക് യു ടീച്ചർ. സൗണ്ട് ഓഡിബിൾ ആണോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്യണേ.
ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പോ നമ്മള് അക്ഷര മിസ് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ചുള്ള അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കേറ്റഡ് എക്സാം കാറ്റഗറി 1, 2, 3 പ്രധാനമായിട്ടും ഇതിന് മൂന്നിലും വരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഓരോ സബ്ജക്ട് വൈസ് നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യണം. നമുക്കറിയാം ഔട്ട് ഓഫ് 150 ആണ് നമ്മുടെ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത്. അതിൽ ജനറൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് എത്രയാണ് 90 മാർക്ക് വേണം പാസ്സാകാനായിട്ട്. ബാക്കിയുള്ളവർക്ക് 82 മാർക്സ് മതി പാസ് മാർക്കാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സബ്ജക്ട് വൈസ് ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്സ് വേണമെന്നാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും എക്സാമിന് അപ്ലൈ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ തന്നെ ലാസ്റ്റിലത്തേക്ക് മാറ്റി വെക്കാതെ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക. ഇന്നത്തെ ഒരു ദിവസം സൈറ്റ് കുറച്ച് കിട്ടുന്നില്ല എന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട്. അപ്പൊ ഇന്ന് പണിമുടക്കും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടായിരിക്കാം. അപ്പൊ ഇന്ന് ആരും വിഷമിക്കേണ്ട. അപ്പൊ നാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലിയർ ആകും. എത്രയും വേഗം തന്നെ ഈ പേയ്മെന്റ് ഒക്കെ പെൻഡിങ് ഉള്ളവർ എത്രയും വേഗം തന്നെ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് മറ്റൊരാളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് എല്ലാം വായിച്ചു നോക്കി ക്ലിയർ ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് സബ്മിറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പൊ ആ കാര്യത്തിൽ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പൊ നമുക്ക് മാർക്കിലേക്ക് വരാം. നമുക്കറിയാം, നമുക്ക് ഫസ്റ്റ് സൈക്കോളജി ആണ്. ഇപ്പം കാറ്റഗറി 1 ഫസ്റ്റ് സൈക്കോളജി, അതായത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി ആണ്. അതിന് വരുന്നത് 30 മാർക്സ് ആണ് വരുന്നത്. അതിനുശേഷം ലാംഗ്വേജ് 1. ലാംഗ്വേജ് 1 നമുക്ക് 3 ഓപ്ഷൻസ് ആണുള്ളത്. മലയാളം ഓപ്റ്റ് ചെയ്യാം, തമിഴ്, കന്നഡ. ഇത് മൂന്നിൽ ഏതാണ്, ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്താൽ മതി നമ്മൾ. അപ്പം നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് ഏതാണ്, മലയാളം ആയതുകൊണ്ട് തന്നെ എല്ലാവരും മലയാളം ഓപ്റ്റ് ചെയ്യും. അതിനും എത്ര മാർക്ക് വരും, 30 മാർക്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് ലാംഗ്വേജ് 2 എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഓർ അറബിക്. അവിടെ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ നമ്മൾ കൂടുതൽ പേരും ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പൊ അറബിക്ക് പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അറബിക്ക് ചൂസ് ചെയ്യും. ഓക്കെ, അപ്പോ സൈക്കോളജിക്ക് 30 മാർക്ക്, ലാംഗ്വേജ് 1 30 മാർക്സ്, ലാംഗ്വേജ് 2 30 മാർക്സ് ആണ്. പിന്നീട് വരുന്നത് എൻവയോൺമെന്റൽ സയൻസും മാത്തമാറ്റിക്സും ആണ്. അത് രണ്ടും എത്രയാണ്, 30 മാർക്ക് വരുന്നത്. സയൻസിന് 30 മാർക്ക്, മാത്തമാറ്റിക്സിന് 30 മാർക്ക്. അതിൽ കുറച്ച് പെഡഗോജി ക്വസ്റ്റ്യൻസ് കാണും. എൻവയോൺമെന്റൽ സയൻസിന് റിലേറ്റഡ് ആയിട്ട് ഒരു 10 മാർക്കിന് പെഡഗോജി ക്വസ്റ്റ്യൻസ് കാണും. അതേപോലെ തന്നെ മാത്തമാറ്റിക്സും അത്രയും തന്നെ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കാറ്റഗറി 1 ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി കാറ്റഗറി 2 എന്ന് പറയുമ്പോൾ കുറെ പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഏത് ചൂസ് ചെയ്യണം, അതായത് സയൻസ് ആൻഡ് മാത്സ് എഴുതണോ അതോ സോഷ്യൽ സയൻസ് എഴുതണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിവുള്ള സബ്ജക്ട് ഏതാണോ അതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം കുറച്ച് മാത്തമാറ്റിക്സും സയൻസും നന്നായിട്ട് അറിയാവുന്ന കുട്ടിയാണെങ്കിൽ ഒരിക്കലും സോഷ്യൽ സയൻസ് ഓപ്റ്റ് ചെയ്യരുത്. സോഷ്യൽ സയൻസ് അറിയാം, അതായത് ഡിഗ്രിക്കൊക്കെ സോഷ്യൽ സയൻസ് എടുത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സോഷ്യൽ സയൻസ് തന്നെ ഓപ്റ്റ് ചെയ്യും. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വരാതെ ആർക്കും. അതുപോലെ തന്നെ അപ്പൊ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതിനും കാറ്റഗറി 1 പോലെ തന്നെ സൈക്കോളജി, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിക്ക് 30 മാർക്സ് ആണ് വരുന്നത്. പിന്നീട് ഇവിടെ ലാംഗ്വേജ് 1 ഉം 2 നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക. ലാംഗ്വേജ് 1 വരുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണ്, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, 4 ലാംഗ്വേജസ് ആണ് വരുന്നത്. അതിന് 30 മാർക്സും. ലാംഗ്വേജ് 2 വരുന്നത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക്, ഉറുദു, സംസ്കൃതം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലാംഗ്വേജ് 1 നമ്മൾ മലയാളം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാംഗ്വേജ് 2 കൂടി മലയാളം ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, ലാംഗ്വേജ് 1 മലയാളം ആണെങ്കിൽ ലാംഗ്വേജ് 2 എന്ത് കൊടുക്കുക, ഇംഗ്ലീഷ് കൊടുക്കുക. അല്ലെങ്കിൽ തിരിച്ച് ലാംഗ്വേജ് 1 ഇംഗ്ലീഷ് കൊടുക്കുകയാണെങ്കിൽ ലാംഗ്വേജ് 2 മലയാളം കൊടുക്കുക. അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. പിന്നീട് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്, അത് ടോട്ടൽ 60 മാർക്കാണ് വരുന്നത്. സയൻസ് 30 മാർക്കും മാത്തമാറ്റിക്സ് 30 മാർക്സും. ഇവിടെയും എന്താണ്, പെഡഗോജി ക്വസ്റ്റ്യൻസ് ഉണ്ട് 10 മാർക്സ് വെച്ചിട്ട്. അതായത് സയൻസിന് 10 മാർക്ക്, മാത്തമാറ്റിക്സിന് 10 മാർക്ക്, പെഡഗോജി ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, ഇനി നമുക്ക് സോഷ്യൽ സയൻസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ സയൻസ് എത്രയാണ്, 60 മാർക്സ് തന്നെയാണ് വരുന്നത്. അതിൽ ഹിസ്റ്ററി ചോദിക്കുന്നത് 12 മാർക്സിനാണ്. നമ്മുടെ ടോട്ടൽ സിലബസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 12 മാർക്കിന് ഹിസ്റ്ററി ചോദിക്കും. ജോഗ്രഫി ആണെങ്കിൽ 12 മാർക്ക്, ഇക്കണോമിക്സ് ആണെങ്കിൽ 8 മാർക്കിന്, പൊളിറ്റിക്കൽ സയൻസ് 8 മാർക്ക്, പെഡഗോജി 20 മാർക്സ്. നമ്മൾ സയൻസും മാത്സും പറഞ്ഞപ്പോൾ അവിടെ എത്രയാണ്, സയൻസിന് പെഡഗോജി 10 മാർക്സ് ഉണ്ട്, മാത്സിനും 10 മാർക്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 20 മാർക്സ് ആണ് സോഷ്യൽ സയൻസിൽ പെഡഗോജിയിൽ. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ആണോ? സൗണ്ട് ഒക്കെ ഉണ്ടോ? യെസ്, ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അടുത്ത നമുക്ക് കേട്ടിട്ട് കാറ്റഗറി 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 3 പറയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം ഇവിടുത്തെ ലാംഗ്വേജ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കാണ്. അതായത് സൈക്കോളജി നമ്മൾ കാറ്റഗറി 1 നും 2 നും 30 മാർക്സ് ആണ് എങ്കിൽ കാറ്റഗറി 3 വരുമ്പോൾ സൈക്കോളജിയുടെ മാർക്സ് എത്രയാവും, 40 മാർക്സ് ആണ്. പിന്നീട്
പേപ്പർ 2 വരുന്നത് ലാംഗ്വേജ് ആണ്. അവിടെ ഇംഗ്ലീഷ് ഓർ മലയാളം. ഓക്കെ, ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം. അവിടെ നമുക്ക് എന്താണ് പറയുന്നത്, സൗകര്യപ്രദമായ സബ്ജക്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യും. നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ നന്നായിട്ട് അറിയാം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് ചൂസ് ചെയ്യുക. അതല്ല മലയാളമാണ് എനിക്ക് കുറച്ചുകൂടി എന്താണ് അറിയാവുന്നത് എന്നുണ്ടെങ്കിൽ മലയാളം തന്നെ ഓപ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട, അതായത് ഇംഗ്ലീഷ് മലയാളം പോലുള്ള സബ്ജക്റ്റുകൾ ഡിഗ്രി പഠിച്ച കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ തെറ്റ് വരാനുള്ള ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ പാർട്ട് 2ഉം പാർട്ട് 3 കൂടി തെറ്റിപ്പോകും. പാർട്ട് 2 എന്ന് പറയുന്നത് ലാംഗ്വേജ്, പാർട്ട് 2 ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഗ്രാമർ പേപ്പർ ആണ്. അത് അങ്ങനെ തന്നെ ഓർത്തിരിക്കും. പാർട്ട് 2 ലാംഗ്വേജ് 30 മാർക്കിന് വരുന്നത് ഗ്രാമർ ആണ്, അങ്ങനെ ഓർക്കുക. ഓക്കെ, പാർട്ട് 3 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്ട് പേപ്പർ ആണ്. നമ്മുടെ ഡിഗ്രിക്ക് പഠിച്ച സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഏത് ഭാഗത്താണ്, പാർട്ട് 3യിലാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ ഇംഗ്ലീഷും മലയാളം ഒക്കെ ഡിഗ്രി ചെയ്തവർക്ക് 1-2 പേർക്ക് അങ്ങനെ അബദ്ധം പറ്റുന്നത്, അതായത് പാർട്ട് 2 എന്താണ് മലയാളം, ഇപ്പൊ ഇംഗ്ലീഷ് എടുത്ത ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മലയാളം കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ വന്നിട്ട് അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ്, നമ്മൾ പാസ് ആയാലും അത് വാലിഡ് ആണ്. ഇവിടെ പാർട്ട് 2ഉം പാർട്ട് 3യും തെറ്റിച്ച് വെച്ചോളൂ. ഓക്കെ, അപ്പൊ ഈ കാര്യത്തിൽ കൺഫ്യൂഷൻ വല്ലതുണ്ടോ? ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ ആണോ? യെസ്, ഓക്കെ ആണല്ലേ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ OMR ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, OMR ഷീറ്റ് വളരെ കൂളായിട്ട് ഇരുന്ന് തന്നെ, നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരുന്ന് തന്നെ വേണം OMR ഷീറ്റ് ഫില്ല് ചെയ്യാനായിട്ട്. അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്യും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ OMR ഷീറ്റ് ചെയ്യുമ്പോൾ വളരെ നമ്മൾ അതുവരെയുള്ള സ്ട്രെസ് എല്ലാം മാറ്റി വെച്ചിട്ട് വളരെ ഫ്രീ ആയിട്ടുള്ള മൈൻഡോട് ഇരുന്ന് തന്നെ OMR ഷീറ്റ് ഫില്ല് ചെയ്യുക. പിന്നീട് പറയാനുള്ളത് ടൈം മാനേജ്മെന്റ് ആണ്. എല്ലാവരും ഇപ്പൊ മാത്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ, അതിപ്പം K3 ആണെങ്കിലും കാറ്റഗറി 2 ആണെങ്കിലും 1 ആണെങ്കിലും എല്ലാത്തിലും നമുക്ക് മാത്സിന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോ നമ്മൾ കുറെ സമയം മാത്സിന് വേണ്ടി കളയുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റ് സബ്ജക്ട്സിന് എന്ത് ചെയ്യും, നമ്മുടെ സമയം അവിടെ വേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം, ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അതേപോലെ OMR ഷീറ്റ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം OMR ഷീറ്റിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതിന്റെ ആൻസർ ടൈം ആണ്. അതായത് നമുക്ക് ഇപ്പൊ എക്സാമിന് എത്രയാണ്, 2.5 മണിക്കൂറാണ് സമയം തരുന്നത്. 10 മുതൽ 12 വരെ 2.5 മണിക്കൂറാണ് നമുക്ക് സമയം. ഈ 2.5 മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു August 23-24 വന്നിട്ടുണ്ട്. നമുക്ക് ഡേറ്റ് ക്ലിയർ അല്ല, അത് മാറാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. എങ്കിലും നിങ്ങൾ ആ ഒരു ഡേറ്റ് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ പഠിച്ചു പോവുക. അപ്പൊ നമ്മുടെ മുന്നിൽ ഇനി ഏകദേശം ഒരു 1.5 മാസത്തോളം, ഒരു 1.5 മാസം നമുക്ക് പറയാം അല്ലെ. അപ്പൊ ഈ ഒരു 45 ദിവസത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അവസരം അല്ലെ സമയം കിട്ടുന്ന നിങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് വാരി വലിച്ച് പഠിക്കാനുള്ള സമയം ഒന്ന് തന്നെ അല്ലെ. ഇനി പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു 45 ദിവസത്തേക്ക് നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ആ ടൈം ടേബിളിനനുസരിച്ച് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കേട്ടിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യമേ അക്ഷര ടീച്ചർ പറഞ്ഞു, ഇത് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ് അല്ലെ. അപ്പൊ ഇവിടെ വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, നമുക്ക് ടെൻഷൻ അടിക്കേണ്ടതോ അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് എന്താണ് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ ഒന്നും തന്നെ വേണ്ട, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ 45 ദിവസം മതി ഈ ഒരു എക്സാം താരം. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? അതേപോലെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞു, നമുക്ക് പാസ് മാർക്ക് എന്ന് പറയുന്ന ഒരു 90 മാർക്സ് ആണ് പറഞ്ഞത് അല്ലെ. ഒരു ഔട്ട് ഓഫ് 150 ഒരു 90 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പാസ് ആകാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഈ 90 മാർക്സിനെ നിങ്ങൾ നമുക്ക് എപ്പോഴും പഠിക്കാൻ ഒരു 3-4 അല്ലെങ്കിൽ ഒരു 6 സബ്ജക്റ്റോളം, ഇപ്പം കാറ്റഗറി 2 സയൻസ് ഓപ്റ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എത്ര സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്? സയൻസ് പഠിക്കാനുണ്ട്, മാത്സ് പഠിക്കാനുണ്ട്, ഇംഗ്ലീഷ്, മലയാളം, സൈക്കോളജി, 5 സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത്, നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 3 സബ്ജക്റ്റുകൾ നിങ്ങൾ ആദ്യം ചൂസ് ചെയ്തു. ഇപ്പൊ ചിലർക്ക് സൈക്കോളജി നന്നായിട്ട് പഠിക്കാൻ പറ്റും, അല്ലെ അത് ഇഷ്ടമാണ്, അതിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും. അങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 3 സബ്ജക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. അത് നന്നായിട്ട് പഠിക്കുക. അപ്പം ഈ 3 സബ്ജക്റ്റുകൾക്കും ഒരു 25 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ തന്നെ എത്ര മാർക്കായി? 75 മാർക്സോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ? പിന്നെ നമുക്ക് എത്ര വേണം ഔട്ട് ഓഫ് 90? പിന്നെ ഒരു 15 മാർക്സ് കൂടി.
ആ 15 മാർക്സ് നമുക്ക് എത്തുന്ന കിട്ടും. ബാക്കി നമുക്ക് ബുദ്ധിമുട്ടുള്ള 2 സബ്ജക്ട് സുഖമായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ അക്ഷര ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഹാർഡ് വർക്ക് അല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇനി എന്താണ്, സ്മാർട്ട് വർക്ക് ആണ് ചെയ്യുന്നത്. ഈ 45 ദിവസം കൊണ്ട് നമ്മൾ എത്രത്തോളം സ്മാർട്ട് വർക്ക് ചെയ്യുന്നു അത് നമ്മളുടെ റിസൾട്ടിനെ അതേപോലെ നമുക്ക് ബാധിക്കും. ഓക്കെ, നെഗറ്റീവ് മാർക്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമുക്ക് 150 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. അത് നമുക്കൊരു എന്താ പറയുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ. ഒന്നുകൂടി പറയുമോ, ഞാൻ മാർക്കിന്റെ കാര്യം പറഞ്ഞതാണോ? ക്ലിയർ ആയില്ല. അതായത് നമുക്കിപ്പോ ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. അതായത് നമുക്കിപ്പോ ടോട്ടൽ കേട്ടിട്ട് കാറ്റഗറി 2 സയൻസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾക്ക് പഠിക്കാനായിട്ട് 5 സബ്ജക്റ്റുകളുണ്ട്. ഓക്കെ, സയൻസ്, മാത്സ്, സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം. നോർമലി ഇപ്പം ഓരോരുത്തർ ചൂസ് ചെയ്യുന്ന സബ്ജക്ട് വെച്ചിട്ട് 5 സബ്ജക്റ്റുകളുണ്ട്. അതിൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 3 സബ്ജക്റ്റുകൾ നമ്മൾ ചൂസ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ പഠിക്കും. എല്ലാം ഔട്ട് ഓഫ് 30 ആണ് വരുന്നത്. അപ്പം 3 സബ്ജക്റ്റിന് തന്നെ നമ്മൾ 30 മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ 90 മാർക്കാണ്. പക്ഷെ നമ്മൾ അത്ര എന്താ പറയുന്നത്, നമുക്ക് 30 സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും ഒരു 25 മാർക്ക് സ്കോർ ചെയ്യാൻ, 3 സബ്ജക്റ്റിന് 25 മാർക്ക് സ്കോർ ചെയ്യാം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 75 മാർക്ക്. ഓക്കെ, പിന്നെ നമുക്ക് 15 മാർക്ക് മതി എന്ത് ചെയ്യാനായിട്ട്, 90ലേക്ക് എത്താനായിട്ട്. അത് നമുക്ക് മറ്റു 2 സബ്ജക്റ്റിൽ നിന്ന് സുഖമായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് പ്രീ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി കുറച്ച് നമുക്ക് കിരൺ സാർ വെയിറ്റിംഗ് ആണ്. സാറിന് ഇതിന്റെ ബാക്കിയുള്ള എക്സാമിലേക്ക് എത്താനുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് സാറ് നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആരും പോകരുത്. ഇതിന് ശേഷം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൂടെ ഉണ്ട്. അപ്പോ കിരൺ സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഹലോ എവരിവൺ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പൊ എല്ലാവരുടെയും കേട്ടിട്ട് പ്രിപ്പറേഷൻ ഒക്കെ പ്രകൃതിയായിട്ട് നടക്കായിരിക്കും അല്ലെ. തലകുത്തി നിന്നും ഉറക്കമില്ലാതെ ഒക്കെ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ. യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ പഠിക്കേണ്ട ഒരു അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പഠിക്കേണ്ടുന്ന ഒരു എക്സാം ആണോ കേട്ടിട്ട് എക്സാം എന്ന് പറയുന്നത്? ആണോ? ഒരിക്കലും അല്ല. എന്റെ വോയിസ് എല്ലാവരും ക്ലിയർ ആവുമെങ്കിൽ ഒരു തംസപ്പ് തരാമോ? ഓക്കെ, ശരി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കേറ്റഡ് എക്സാം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മത്സര പരീക്ഷയെ വെച്ച് കമ്പയർ ചെയ്താൽ, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ വെച്ച് കമ്പയർ ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ് കേരറ്റ് എക്സാം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കാറ്റഗറി 1 ആയാലും 2 ആയാലും 3 ആയാലും ഞാൻ പറയാണ്, അത് വളരെ സിമ്പിൾ ആയ ഒരു എക്സാം ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇതിന് എന്തില്ല, നെഗറ്റീവ് മാർക്കുകൾ ഇല്ല എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇപ്പോ കേട്ടിട്ട് പരീക്ഷ എഴുതാൻ ശ്രമിക്കുന്ന അല്ല അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇത് എല്ലാ വർഷം എപ്പോഴും ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നൊന്നും ചിന്തിക്കരുത്. എപ്പോൾ വേണമെങ്കിലും നേരത്തെ അക്ഷര മിസ് പറഞ്ഞ പോലെ ഈ ചട്ടക്കൂടുകളും നിയമവും ഒക്കെ ചിലപ്പോ എപ്പോൾ വേണമെങ്കിലും മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ നെഗറ്റീവ് മാർക്കുകളുടെ ഈ പറയപ്പെടുന്ന ഈ സംഭവം ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഏത് സമയത്തും നെഗറ്റീവ് മാർക്കുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള സാഹചര്യം നിലവിലുണ്ടെന്നുള്ള കാര്യം എല്ലാവരും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ 1-2 കാര്യങ്ങൾ കൂടി ഞാൻ അക്ഷര മിസ്സും ആര്യ മിസ്സും പറഞ്ഞതിൽ 1-2 കാര്യങ്ങൾ കൂടി ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ നിങ്ങളടുത്ത്. ഞാൻ സ്ക്രീൻ ഒന്ന് പ്രസന്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യൂ. ഓക്കെ അല്ലേ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ അകത്ത് 2-3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, ശരി. 2-3 കാര്യങ്ങളും കൂടി ഞാൻ ആഡ് ചെയ്തോട്ടെ. നമ്മുടെ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന BEd DLEd സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവരിൽ ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഞങ്ങൾക്ക് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫൈനൽ ഇയർ നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് സെമ്മിന്റെ എക്സാം നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തേർഡ് സെമ്മിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാമുകൾ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൽ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയാം. ചിലപ്പോൾ എക്സാമുകളൊക്കെ സെമസ്റ്റർ എക്സാമുകളൊക്കെ വൈകുന്നതിന്റെ ഭാഗമായിട്ട്, സ്കീം ഓഫ് വർക്കിന്റെ ഭാഗമായിട്ട് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ പൊതുവില് സെക്കൻഡ് സെമ്മിന്റെ എക്സാം കഴിയുന്നതിന് മുമ്പ് തന്നെ തേർഡ് സെമ്മിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ള കാര്യം ഈ ഒരു അവസരത്തിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് സെക്കൻഡ് സെമ്മിന്റെ എക്സാം കഴിഞ്ഞെങ്കിൽ മാത്രമാണ്
നിങ്ങൾ എഫക്റ്റീവായി സെക്കൻഡ് സെം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുന്ന, അല്ലാതെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ കോളേജിൽ തേർഡ് സെമ്മിന്റെ ക്ലാസ് തുടങ്ങി എന്ന് കരുതി നിങ്ങൾ തേർഡ് സെം ആണെന്ന് പറയാൻ സാധിക്കില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു സമയത്ത് കേരറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ അപ്പോൾ തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്ന സെക്കൻഡ് സെം എക്സാം കഴിയാത്ത കുട്ടികളൊക്കെ കംപ്ലൈന്റ് കൊടുത്ത് അത് ലാസ്റ്റ് ഡേയിലേക്ക് നീട്ടിയൊക്കെ ചെയ്ത സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊന്ന് ഓർത്തിരിക്കുക. രണ്ടാമത്തെ കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളത്, കേറ്ററ്റ് കാറ്റഗറി 2ന്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണ്? അതായത് ലാംഗ്വേജ് 1 ലാംഗ്വേജ് 2 അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ചൂസ് ചെയ്യുന്ന എന്താണോ അത് തന്നെ ആയിരിക്കണം നിങ്ങൾ ആൻസർ പേപ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ OMR ഷീറ്റിൽ എക്സാം ഹാളിൽ നിങ്ങൾ മാർക്ക് ചെയ്യുന്നത്. അത് തിരിച്ച് മാർക്ക് ചെയ്താൽ, ഇപ്പൊ സപ്പോസ് ലാംഗ്വേജ് 1 എടുക്കുന്നു, ലാംഗ്വേജ് 2 എടുക്കുന്നു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് മാർക്ക് ചെയ്യുന്നത് OMR ഷീറ്റിലെങ്കിൽ നിങ്ങളുടെ OMR ഇൻവാലിഡ് ആയി പോകും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. OMR ഇൻവാലിഡ് ആയുള്ള പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ 150 മാർക്ക് സ്കോർ ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, കേറ്ററ്റ് എക്സാം ക്രാക്ക് ചെയ്യപ്പെടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വിജയത്തിന് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ആ ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ അതുകൂടി ഈ ഒരു അവസരത്തിൽ നിങ്ങളോടൊന്ന് പറയുകയാണ്. ഓക്കെ, പിന്നീട് നമുക്ക് പറയാനുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട്, മാർക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയണം. അതിനു മുമ്പ് നമ്മുടെ എക്സാമിനെ ക്രാക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളൊരു വ്യവസ്ഥാപിതമായ സ്റ്റെപ്പുകളാണ് നമ്മൾ നോക്കാം. ഓക്കെ, ഗെറ്റ് ദ സിലബസ് ഫ്രം ദ ഒഫീഷ്യൽ വെബ്സൈറ്റ്സ്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് സിലബസ് എടുക്കുക. അപ്പൊ സിലബസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്, നമ്മുടെ സൈറ്റിൽ, പരീക്ഷാ ഭവന്റെ സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താണ്. അപ്പൊ ഈ സിലബസ് വെച്ച് കൃത്യം നമ്മൾ ഏതൊരു എക്സാമിന് പഠിച്ചാലും അതിന്റെ സിലബസ് അറിഞ്ഞു വേണം പഠിക്കാൻ. അപ്പൊ ഏതൊരു എക്സാമിന് പഠിച്ചാലും സിലബസ് അറിഞ്ഞു വേണം പഠിക്കാൻ എന്ന് വെച്ചാൽ എന്താണ് അതിലെ കണ്ടന്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് മാത്രമേ ആ ഒരു എക്സാമിന് നമ്മൾ അപ്രോച്ച് ചെയ്യാവൂ. അല്ലാത്ത പക്ഷം ഏത് മേഖലയിൽ നിന്നാണ് ചോദ്യം വരുന്നത്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടെന്ന് ഒരു ഊഹവും ചിട്ടയും ഇല്ല. നമ്മൾ ചുമ്മാ എന്തെങ്കിലും റാങ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുന്ന വീഡിയോസോ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ച് വെറുതെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു എക്സാം എന്നല്ല, ഏതൊരു എക്സാം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായ കാര്യം മനസ്സിലാക്കി നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, സംശയം ചോദിച്ചു ഞാൻ പറഞ്ഞോട്ടെ. എന്താണ് ലാംഗ്വേജ് 1, 2 നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2 ചൂസ് ചെയ്യണമല്ലോ. ലാംഗ്വേജ് 1, ലാംഗ്വേജ് മലയാളം, നേരത്തെ ആര്യം പറഞ്ഞില്ലേ മലയാളം, തമിഴ്, കന്നഡ എന്ന ഓപ്ഷൻസ് ഉണ്ടെന്നൊക്കെ. അപ്പൊ അതിൽ ലാംഗ്വേജ് 1 നമ്മൾ ചൂസ് ചെയ്യുന്നു, ലാംഗ്വേജ് 2 എന്താണ് ചൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത് തന്നെ നമ്മുടെ OMR ഷീറ്റിലും ബബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ കാറ്റഗറി ലാംഗ്വേജ് 1 നിങ്ങൾ ചൂസ് ചെയ്യുന്ന സപ്പോസ് മലയാളം ആണെങ്കിൽ നിങ്ങളുടെ OMR ഷീറ്റിൽ നിങ്ങൾ ലാംഗ്വേജ് 1 ആയിട്ട് എന്ത് തന്നെ ബബിൾ ചെയ്യണം, മലയാളം തന്നെ ബബിൾ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ OMR ഇൻവാലിഡ് ആയി പോകുന്ന പറഞ്ഞു കേട്ടോ. അതാണ് പറഞ്ഞത്, ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2 എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ശരി. ഇവിടെ അടുത്ത കാര്യം നോക്കൂ. അപ്പൊ സിലബസിന്റെ കാര്യം ഞാൻ പറഞ്ഞു, സിലബസ് കൃത്യമായിട്ട് കവറപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സിലബസ് ഇപ്പൊ ഈ എക്സാം എഴുതാൻ പോകുന്ന നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ സിലബസ് കൃത്യമായി കവർ ചെയ്തിട്ടുണ്ടാവില്ല. എങ്കിലും സിലബസിനെ പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം ഈ ഒരു അവസരത്തിൽ. മാത്രമല്ല ഇപ്പൊ ചിലർക്ക് സംശയമുണ്ട്, ഇനി പഠിച്ചാൽ എനിക്ക് കേറ്റ് പാസ്സാവാൻ സാധിക്കുമെന്ന്. അപ്പൊ അതിനെ പറ്റിയുള്ള ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സിലബസിനെ പറ്റി ഒരുപാട് ചിന്തിക്കേണ്ട. നിങ്ങൾ സിലബസ് കവർ ചെയ്യാനൊന്നും നിന്നാലും കവർ ആക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, കാരണം അതിനുള്ള സമയം നമുക്കില്ല. അപ്പൊ എന്നാലും സിലബസ് എല്ലാവരും കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് സിലബസിനെ പറ്റി കൃത്യമായ ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഐഡന്റിഫൈ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളുടെ സ്ട്രെങ്ത്, ഇപ്പൊ സപ്പോസ് ഞാൻ പറയാം, സയൻസ് മാത്സ് സംബന്ധിച്ച് നല്ല ഗ്രാഹ്യമുള്ള ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ആ മേഖലയിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അല്ലെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാൻ ഈ പറയുന്നത് ഒരു ലോങ് ടൈം റണ്ണിന് വേണ്ടി നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ആണ്. ആക്ച്വലി ഇത് നമുക്ക് പ്രയോജനപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടെ ഞാൻ പറയാം. നോക്കൂ, ഈ വീക്ക്നെസ് നമ്മൾ മനസ്സിലാക്കുക. നമുക്കിപ്പം ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ഈ സയൻസും ഈ പറയുന്ന മാത്സും ഒക്കെ പഠിക്കുന്നവരെ സംബന്ധിച്ചൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ ലാംഗ്വേജ് വിഷയങ്ങൾ അത്ര വശം ഉണ്ടാവില്ല. ഇനി ലാംഗ്വേജ് വിഷയങ്ങൾ നന്നായിട്ട് അറിയാവുന്നവർക്ക് സംബന്ധിച്ച് സോഷ്യലോ അല്ലെങ്കിൽ പറയുന്ന മാത്സോ, കൂടുതൽ പേർക്ക് മാത്സ് തന്നെ ആയിരിക്കും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സയൻസോ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോ നിങ്ങൾ വീക്കർ ഭാഗം ഏതാണോ അതിന് നിങ്ങൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വിഷയം, നമ്മൾ പണ്ട് തൊട്ടേ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പഠിക്കാൻ പറയുമ്പോഴേ നമ്മൾ മലയാളത്തിന്റെ ഇംഗ്ലീഷിന്റെ പുസ്തകം എടുത്ത് വേണമെങ്കിൽ രാത്രി 7 മണി തൊട്ട് 10 മണി വരെ നമ്മളിരുന്ന് പഠിക്കും. കാരണം എന്താ, നമുക്കത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. എന്നാൽ നമ്മൾ ഒരിക്കലും ഹിന്ദിയുടെയോ മാത്സിന്റെയോ ഒന്നും പുസ്തകങ്ങളോ അല്ലെങ്കിൽ കണക്കുകളൊക്കെ ചെയ്യാൻ നമ്മൾ ഒരുപാട് മടി കാണിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും ഒരു പക്ഷെ, അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീക്ക്നെസ് ഭാഗം ഏതാണോ അതിന് കൂടുതൽ എന്ത് ചെയ്യുക, ടൈം അലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ വീക്ക്നെസ് മാറണമെങ്കിൽ ആ ഒരു സബ്ജക്റ്റായിട്ട് നമുക്ക് നല്ല ബന്ധം ഉണ്ടായിരിക്കും. ഓക്കെ,
അടുത്ത പ്രിപ്പയർ അക്കോർഡിംഗ് ടു ഫൈനൽ. അവസാനത്തെ എക്സാം ഡേ എന്നാണോ അതിനനുസരിച്ച് വേണം പ്രിപ്പയർ ചെയ്യാൻ. അല്ലാതെ എക്സാം ഡേ എടുക്കുന്ന സമയത്ത് നമ്മൾ സിലബസിന്റെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട കണ്ടന്റിന്റെ പകുതി മാത്രം പഠിച്ചിട്ട് എക്സാമിന് പോകുന്നത് ശരിയായ രീതിയല്ല എന്നുള്ളതാണ്. അപ്പൊ ഫൈനൽ ഡേക്ക് വേണ്ടി എന്നാണോ നമ്മുടെ എക്സാം തീരുമാനിച്ചിരിക്കുന്നത് ആ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ ഫൈനൽ ഡേക്ക് വേണ്ടിയുള്ള ഒരു ഫൈനൽ പ്രിപ്പറേഷൻ നിങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ അടുത്ത റിവിഷൻ. റിവിഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ പഠിച്ച കാര്യം റിവൈസ് ചെയ്തില്ല എങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം അത് മറന്നു. ഒരു സംശയം വേണ്ട കാര്യത്തിൽ, വളരെ കൃത്യമായിട്ട് അത് മറന്നു പോകും. നമ്മള് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ കുട്ടിക്കാലത്ത് നടന്ന കുട്ടിക്കാലം ഞാൻ പറയാം, നിങ്ങൾ ചിലപ്പോ ഇപ്പൊ ഇത്ര എന്താണ് ഏജ് ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ ലൈവിൽ ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ കുട്ടിക്കാലത്ത് നടന്ന പല സംഭവങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ. വളരെ കുട്ടിയായിരുന്ന സമയത്ത് നടന്ന പല സംഭവങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എന്നാൽ എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല അല്ലെ. ഈ പല സംഭവങ്ങളും ചില സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പറഞ്ഞത്, ആ സംഭവങ്ങൾ നിങ്ങൾ ഇപ്പോഴും ഓർത്തിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അതായത് വളരെ ചെറുപ്പകാലത്തിൽ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പല ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ അമ്മയൊന്ന് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ അമ്മയൊന്ന് നടന്നു പോകുമ്പോൾ അച്ഛൻ അവിടെ എന്തെങ്കിലും ജോലി ചെയ്യുന്നു, അങ്ങനെ ഒരു സീനായിരിക്കും ചിലപ്പോൾ നമ്മുടെ മനസ്സിലുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സീൻ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കാണ്ട് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ. ആ കാര്യം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നിങ്ങൾ അത് ഓർക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതാണ് പറഞ്ഞത്. അതൊരു ടൈപ്പ് ഓഫ് എന്താണ് റിവിഷനാണ്. അതൊരു തരത്തിലൊരു റിവിഷനാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ് റിവിഷൻ എന്ന് പറയുന്നത്. ഓർമ്മ നിലനിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സോ പഠിക്കുന്ന കാര്യം കൃത്യമായി റിവൈസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ ഉള്ളിൽ അതിന്റെ ഓർമ്മ നിലനിൽക്കുക. ഓക്കെ, ഇനിയിപ്പോ RMS മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയും അതുപോലെ അത് ക്രാക്ക് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. ഞാൻ കേട്ടിട്ട് എഴുതുന്ന സമയത്ത് ഞാൻ അഡോപ്റ്റ് ചെയ്തിരുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം അതൊന്ന് ചൂസ് ചെയ്യുക, അത് പ്രിഫർ ചെയ്യുക കേട്ടോ. അല്ലാതെ ഒരു കാരണവശാലും ഈ പറയപ്പെടുന്ന നമ്മൾ ആരെങ്കിലും അല്ലെങ്കിൽ ആര് പറയുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ട് ആവാത്ത ഒരു കാര്യമായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മാത്രം അത് അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ കാറ്റഗറി 1ന്റെ കാര്യം പറയാം. സൈക്കോളജി 30 മാർക്കാണ്, മാത്സ് 30 മാർക്കാണ്, സയൻസ് 30 മാർക്കാണ്. ഞാൻ ആ സ്ലൈഡ് ഒന്ന് എടുക്കാമേ. സയൻസ് 30 മാർക്കാണ്, ലാംഗ്വേജ് 1, 2 ഓരോന്ന് 30 മാർക്ക് വെച്ചിട്ടാണ്. അപ്പൊ എല്ലാത്തിനും 5 വിഷയങ്ങളാണ് അല്ലെ. 5 പേപ്പറുകൾ 30 മാർക്ക് വീതമുള്ളതാണ്. അങ്ങനെ മൊത്തം 150 മാർക്കിന്റെ ആണല്ലോ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിൽ പെട്ട ഒരാളിനെ സംബന്ധിച്ചാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അത് പറയുമ്പോൾ എല്ലാവർക്കും ഗുണമാകുമല്ലോ. ജനറൽ കാറ്റഗറിയിൽ പെട്ട ആൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ മാർക്ക് ആവശ്യമുള്ളത്. അപ്പോ ജനറൽ കാറ്റഗറിയിൽ പെട്ട ആൾക്ക് 90 മാർക്കാണ് പാസ്സാവാൻ വേണ്ടത് അല്ലെ. 90 മാർക്ക് പാസ്സാകാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് 5 പേപ്പറാണ് ഇവിടെ, അല്ലെങ്കിൽ 5 സെക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ഓരോ സെക്ഷനിൽ നിന്നും 18 മാർക്ക് വീതം വാങ്ങിച്ചാൽ, നിങ്ങൾ ഓരോ സെക്ഷനിൽ നിന്നും 18 മാർക്ക് വീതം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് 90 മാർക്കാവും. ഓക്കെ, ഓരോ സെക്ഷനിൽ 18 മാർക്ക് വീതം. ഈ 18 മാർക്ക് ഞാൻ പറഞ്ഞത് ഓരോ സെക്ഷനിലുമാണേ. അപ്പൊ ഈ 30 മാർക്ക് ഉള്ളതിൽ നിങ്ങൾക്ക് 18 മാർക്ക് സ്കോർ ചെയ്താൽ മതി. ബാക്കി 12 എണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തെറ്റിച്ചാലും ഇവിടെ പ്രശ്നമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ 30 മാർക്കിൽ 18 മാർക്ക് നിങ്ങൾ ഓരോ സെക്ഷനിലും വാങ്ങിച്ചു. ഇതിൽ ഏതെങ്കിലും മേഖല, ഏതൊരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചോളും ഇതിൽ ഏതെങ്കിലും ഒരു മേഖല നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉള്ള മേഖലയായിരിക്കും. അവിടെ നിങ്ങൾക്ക് 18 എന്നുള്ളത് ഒരു 20ഓ 22ഓ 25ഓ ഒക്കെ ആക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ഏതെങ്കിലും മേഖല നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാവുന്ന മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സെക്യൂർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഞാൻ ഈ 18 മാർക്ക് നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഈ കേറ്റഡ് എക്സാമിന് മുമ്പായിട്ട് കുറെ OMR എടുത്ത് വെച്ച് ചെയ്യുമായിരുന്നു. ആ OMRനെ ഞാൻ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുമായിരുന്നു. അതായത് 5 സെക്ഷൻ അല്ലേ. അപ്പൊ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന ചോദിച്ചാല് ഈ പറയുന്ന ഓരോ സെക്ഷനിലും ഞാൻ 20 മാർക്ക് വേണം എന്നുള്ള രീതിയിലായിരുന്നു പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഞാൻ എന്താ ഈ 18 എന്നുള്ള 20 ആക്കിയെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ നിങ്ങൾ കരുതുന്ന ഒരു തരം തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനൽ കീ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഡിലീഷൻ ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായേക്കാവുന്ന നഷ്ടം നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 20 മാർക്ക് ആക്കണം എന്ന് പറയുന്നത്. അപ്പൊ മിനിമം നമുക്ക് 18 മതി, എന്നാൽ ഒരു 20 ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും 18 മാർക്ക് വെച്ച് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ എല്ലാ മേഖല ഒരുപോലെ എല്ലാവരും ശ്രദ്ധിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്ര സ്ട്രെങ്ത് ഉള്ള ആൾക്കാരായിരിക്കത്തില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉള്ള മേഖല, നേരത്തെ RMS പറഞ്ഞ പോലെ സ്ട്രെങ്ത് ഉള്ള മേഖല കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടാവുന്ന മാക്സിമം മേടിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 25ഓ 30ഓ മേടിക്കാമെന്നുണ്ടെങ്കിൽ അത് മൊത്തം മേടിച്ചെടുക്കുക. നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടായേക്കാവുന്ന നഷ്ടം അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പപ്പ് ചെയ്യാൻ സാധിക്കും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ
ഈ ഒരു ലെവലിൽ ഈ ഒരു ഒരു ഫ്രെയിം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് കാര്യങ്ങളെ സമീപിക്കാൻ. ഞാൻ ഈ പറയുന്നതൊക്കെ സ്മാർട്ട് വർക്ക് സ്ട്രാറ്റജീസ് ആണ്, അല്ലാതെ ഇപ്പൊ നമുക്ക് ഈ സിലബസ് മൊത്തവും പഠിച്ചിട്ട് കൃത്യമായിട്ട് എക്സാം എഴുതാൻ സാധിക്കത്തില്ലല്ലോ. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സ്യൂട്ട് ആവുമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ കാറ്റഗറി 2 കേസ് ഇത് തന്നെ. കാറ്റഗറി 2 ഈ പറഞ്ഞ പോലെ സയൻസ് മാത്സ് ചൂസ് ചെയ്യുന്നവർക്ക് അവിടെ നമുക്ക് 30 മാർക്ക് വെച്ച് സയൻസിനും മാത്സിനും ഉണ്ട്. അതുപോലെ സോഷ്യലിന് 60 മാർക്ക് ഉണ്ട് അല്ലെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി എല്ലായിടത്തും 5 സെക്ഷൻ എന്നുള്ള ഇവിടെ 6 സെക്ഷൻ ആവുന്നു സയൻസുകാരെ സംബന്ധിച്ചെന്നുള്ളേ ഉള്ളൂ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ കീപ്പ് ചെയ്യുക. അതുപോലെ സോഷ്യലുകാര് 36 മാർക്കുള്ളതിൽ നിങ്ങൾ 36 മാർക്കുള്ളതിൽ 60 മാർക്കുള്ളതിൽ നിങ്ങൾ 36 മാർക്ക് എന്നുള്ളത് ഒരു എയിം വെക്കുക. അതിൽ തന്നെ 36 എന്നുള്ളതിനെ 40ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇത് നിങ്ങളുടെ ഒരു എയിമായിട്ട് സെറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? സൈക്കോളജി 30 മാർക്കാണ്, 18 മാർക്കിന് ശ്രമിക്കുക. മാത്സ് 30 മാർക്കാണ്, 18 മാർക്ക് ശ്രമിക്കുക. മാത്സും സയൻസും എടുക്കുന്നവരാണെങ്കിൽ ഓക്കെ, സയൻസ് 30 മാർക്കാണ്, 18 മാർക്ക് എടുക്കുക. ലാംഗ്വേജ് 1, 2 30 ആണ്, 18 മിനിറ്റ് എടുക്കുക. ഇനി അതല്ല സയൻസിനും മാത്സിനും പകരം സോഷ്യൽ എടുക്കുന്ന ആളാണെങ്കിൽ 60 മാർക്കിന് പകരം രണ്ടിടത്തെയും 18 ചേർത്ത് 36 മാർക്കിന് ശ്രമിക്കുക. 40 മാർക്ക് ഫിക്സ് ചെയ്തിട്ട് പഠിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട്, അതായത് നമുക്ക് എപ്പോഴുള്ള പ്രശ്നം എന്താ, നമ്മൾ ഇത്രയും മാർക്ക് വാങ്ങിക്കണമല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ നിങ്ങൾ തിരിച്ചാലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് 30ൽ 18 മാർക്ക് സ്കോർ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് 12 ലൂസ് ചെയ്യാവുന്നേ. സൈക്കോളജിയിൽ 18 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്താൽ മതി. നിങ്ങൾക്ക് 12 സൈക്കോളജി ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ലേ വിട്ടേരെ. 18 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മാത്രമല്ല സൈക്കോളജിയെ സംബന്ധിച്ച് പറയുമ്പോൾ പെഡഗോജി, ഈ നേരത്തെ ആര്യമസ് പറഞ്ഞ പോലെ മറ്റു സബ്ജക്ട് പേപ്പറിൽ നിന്ന് പെഡഗോജി ക്വസ്റ്റ്യൻസ് കൂടെ വരും. അപ്പൊ സൈക്കോളജി ആൻഡ് പെഡഗോജി പഠിച്ചാൽ നല്ലൊരു വെയിറ്റേജ് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. സോ സൈക്കോളജി ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുകളയാതെ സൈക്കോളജിക്ക് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുക. കാരണം LP UP എക്സാമുകൾക്ക് സൈക്കോളജി ഒരു വലിയ ഫാക്ടർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ കാറ്റഗറി 3ലേക്ക് വരുമ്പോൾ കാറ്റഗറി 3 നമ്മുടെ സൈക്കോളജി 40 മാർക്കിനാണ്. സൈക്കോളജി 40 മാർക്ക് ആകുമ്പോൾ ലാംഗ്വേജ് 30 മാർക്കിനുണ്ട്. അതുപോലെ സബ്ജക്ട് പേപ്പർ 80 മാർക്കിന്. ഈ സബ്ജക്ട് പേപ്പറിനെ സംബന്ധിച്ച് സബ്ജക്ട് കൃത്യമായി കൈകാര്യം ചെയ്ത് വരുന്നവരാണ് നമ്മളെന്നുള്ളതുകൊണ്ട് ഇവിടത്തെ അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സൈക്കോളജി 40 ഒരു 22 മാർക്കിന് എയിം ചെയ്യുക. ഒരു 25 മാർക്ക് ഫിക്സ് ചെയ്തോളൂ. 22 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു നേരത്തെ പറഞ്ഞാൽ 30-ലായതുകൊണ്ട് 18 കിട്ടണം. ഒരു 20 എയിം ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു 80 മാർക്കല്ലേ, ഒരു 50 എങ്കിലും കിട്ടണം. നിങ്ങളൊരു 55 എങ്കിലും എയിം ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര? 22, 18, 40 49, 90 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ഫോക്കസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്ജക്ട് പേപ്പറിൽ 20 മാർക്ക് പെഡഗോജി ഒഴിവാക്കിയാലും നിങ്ങൾക്ക് എന്തുണ്ട്? 60 മാർക്ക് നമ്മുടെ ഈ പറയുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പൊ എത്രയാണെങ്കിലും ഈ 80-ൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും 50 അല്ല, നമുക്ക് അതിനെക്കാട്ടി കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ നിരന്തരം ഇടപഴകുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായി നിങ്ങൾ ക്രാക്ക് ചെയ്തെടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഒന്ന് ഓർത്താൽ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. കാരണം എന്താ വെച്ചാല് നമ്മൾ ഈ വിചാരിക്കുന്നത്രയും പാടെന്നുള്ള ഒരു എക്സാം അല്ല കേറ്ററ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കേറ്ററ്റ് എക്സാമിനെ വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് അതിന്റെ ഐഡിയ ഉണ്ടാവും. നോക്കൂ, വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതില് നമുക്ക് നെഗറ്റീവ് മാർക്കില്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ബാലൻസ് ഉള്ളിടത്തെല്ലാം ഒരു ശരിയായ പ്രാക്ടീസ് ആണോ എന്ന് ചോദിച്ചാൽ അത് സ്ഥിരമായി അഡോപ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഇങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല. എന്നാൽ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പൊ കേറ്ററ്റ് എക്സാമിനെ സംബന്ധിച്ച് നെഗറ്റീവ് മാർക്ക് ഇല്ല, നിങ്ങൾക്ക് ചാൻസ് എടുക്കാം. നിങ്ങൾക്ക് 50% അല്ലെ 60% അല്ലെ 80% ഉറപ്പുള്ള ചില ഉത്തരങ്ങൾ, ചില ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ആൻസർ, നിങ്ങൾക്ക് ഇത് ശരിയായേക്കാം തോന്നുന്ന ഒരു ആൻസർ ബബിൾ ചെയ്തോളൂ. യാതൊരു പ്രശ്നവുമില്ല, അതിൽ പ്രശ്നമില്ല. കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, നെഗറ്റീവ് മാർക്കുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകളിലേക്ക് വരുമ്പോൾ ആ ഒരു സ്ട്രാറ്റജി എടുക്കരുത്. പക്ഷെ അവിടെയും നമ്മൾ എപ്പോഴും അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം എഴുതിയിട്ട് ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലും ഇരിക്കരുത്. അപ്പൊ അതൊക്കെ വേറൊരു അവസരത്തിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം അതിനെപ്പറ്റി. അപ്പൊ കേറ്ററ്റ് പരീക്ഷയെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ചാൻസ് എടുക്കാം. ഓക്കെ, ഇനി സ്മാർട്ട് സ്ട്രാറ്റജീസിന്റെ ഭാഗമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വർക്ക് സമയം വളരെ കുറവാണ്. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നോക്കൂ, PYQs വളരെ ഇമ്പോർട്ടന്റ് ആൻഡ് എഫക്റ്റീവ് ആയ മെത്തേഡ് ആണ് എന്ന് പറയുന്നത്. PYQs വർക്ക്ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങളൊരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് ധാരണ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് PYQs എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ സിലബസ് കൃത്യമായി കവർ ചെയ്തവരാണെങ്കിലും
നിങ്ങൾ സിലബസ് കൃത്യമായി കവർ ചെയ്യാതെ എന്താണ് ഒരു ക്രാഷ് ബാച്ച് പോലെ ക്രാഷ് ബാച്ച് എടുത്ത് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച്, അതായത് തുച്ഛമായ സമയത്തിൽ ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ് എന്ന് പറയുന്നത് PYQs എന്ന് പറയുന്നത്. അതുപോലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊന്നാണ് റിവിഷൻ എല്ലാ വീക്കിലും റിവിഷൻ നടത്തണമെന്നാണ് നമ്മൾ പറയുന്നത്. റിവിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നിങ്ങൾക്ക് അത് ചിലപ്പോൾ കുറച്ചുനാൾ പഠിച്ച് നിങ്ങൾ റിവൈസ് ചെയ്ത സാധനങ്ങളും നിങ്ങൾ റിവൈസ് ചെയ്യാത്ത സാധനങ്ങളും നിങ്ങൾക്ക് ഓർമ്മയിൽ നിലനിൽക്കുന്നതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ OMR ഷീറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ്ട് OMR ഷീറ്റ് കുറച്ച് നാളായിട്ട് ഈ പറയപ്പെടുന്ന കോമ്പറ്റീറ്റീവ് എക്സാമുകളോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും ഒരു ടച്ച് ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഉറപ്പായിട്ടും ഒരു എന്താണ് നമുക്ക് കഫേകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ OMR ഷീറ്റ് പ്രിന്റ് എടുത്ത് തരാൻ പറഞ്ഞാൽ അവർ പ്രിന്റ് എടുത്ത് തരും. അതെടുത്ത് വെച്ച് ചെയ്ത് നോക്കണം. എന്താന്ന് വെച്ചാല് ഈ ബബിൾ ചെയ്യുന്നത് നമുക്ക് പലർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ കുറച്ചുനാള് എന്താണ് ഈ PSC പരീക്ഷകളൊക്കെ എഴുതിയിട്ട് ഒരു വലിയ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും PSC പരീക്ഷ എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ കുറെ നാളായിട്ട് BEdും TTC കഴിഞ്ഞിട്ട് കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും കേറ്ററ്റ് പരീക്ഷ എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ചോ ഒക്കെ ഈ ബബിൾ ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്യാൻ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കൃത്യമായി ബബിൾ ചെയ്യാൻ പറ്റില്ല, അത് ബബിളിൽ നിന്ന് ഇറങ്ങി വെളിയിലോട്ടൊക്കെ പോകും. രണ്ടാമത്തെ കേസ്, കൃത്യമായിട്ട് സമയം എടുക്കും. നമുക്ക് ഒരു ബബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ നല്ല ടൈം എടുക്കും. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് ആ ശീലമില്ലാത്തവർ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായ ധാരണ ഇല്ലാത്തവർ, ഈ ബബിൾ ചെയ്ത് നല്ല പരിചയമില്ലാത്തവർ ഉറപ്പായിട്ടും OMR ഷീറ്റുകൾ പ്രിന്റ് എടുത്ത് വെച്ചിട്ട് കൃത്യമായിട്ട് ഇത് ബബിൾ ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷാ ഹാളിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്തായാലും സമയമുണ്ട്, ആ ഒരു ഫിക്സഡ് ടൈം തന്നിട്ടുണ്ട് അല്ലെ, 2.5 മണിക്കൂറല്ലേ, ആ ടൈമിനുള്ളിൽ എന്തായാലും നിങ്ങൾ ഈ പരീക്ഷ എഴുതി തീർത്തേ പറ്റൂ. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം ഒറ്റ സ്ട്രെച്ചിൽ, അറിയാത്തതിനെ മാർക്ക് ചെയ്ത് വെച്ച് അറിയാവുന്ന മാത്രം ആദ്യത്തെ സ്ട്രെച്ചിൽ എഴുതുക. ദെൻ അറിയാവുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചില ഗസ് വർക്കുകൾ നടത്താം. ദെൻ തിരിച്ചു വരിക, അറിയാവുന്ന ക്വസ്റ്റ്യൻ, അതായത് ഒരു 50 അല്ലെങ്കിൽ 60% എബോ നമുക്ക് എന്താണ് സാധ്യത തോന്നുന്ന സാധനങ്ങളെ നിങ്ങൾക്ക് അവിടെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒറ്റ സ്ട്രെച്ചിൽ നമ്മളിപ്പോ രണ്ടാമത്തെ ചോദ്യം അറിയത്തില്ല, അവിടെ കളഞ്ഞേരെ മൂന്നാമത്തെ ചോദ്യത്തിൽ പൊക്കോ. രണ്ടാമത്തെ ചോദ്യം അറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ പണ്ട് രണ്ടാമത്തെ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ സമയം നഷ്ടമാണ്. ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ എക്സാം എഴുതി തീർക്കാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് ആദ്യത്തെ സ്ട്രെച്ചിൽ നിങ്ങൾ അറിയാവുന്ന കുറെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ അവസാന ഭാഗത്ത് കാണും, ആ സമയത്തേക്ക് നിങ്ങൾക്ക് സമയം തികയാതെ വരും. സോ ഫസ്റ്റ് സ്ട്രെച്ചിൽ നിങ്ങൾ അറിയാവുന്ന മാത്രം എഴുതിയിട്ട് പോവുക. സെക്കൻഡ് സ്ട്രെച്ചിൽ ഇപ്പൊ അറിയാവുന്ന ഒന്നാമത്തെ അറിയാം, അത് എഴുതി, രണ്ടാമത്തെ അറിയത്തില്ല, സോ ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് പോരുക. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഏതൊക്കെ എഴുതാത്ത നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം, നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം, നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി 6ാമത്തെ നമുക്ക് അറിയത്തില്ല, then 7ാമത്തെ ഉത്തരം നമുക്ക് അറിയാം, നമ്മൾ 7ാമത്തെ ഉത്തരം എഴുതാൻ പോകുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന് 6നകത്ത് കറപ്പിച്ചു വെക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് വലിയൊരു പ്രശ്നമാണ്. പരീക്ഷ എഴുതി തുടങ്ങുന്നവരെ സംബന്ധിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 6ാമത്തെ എഴുതി നിങ്ങൾ ഓരോ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതുക, 8ാമത്തെ ഉത്തരം ഓപ്ഷൻ C ആണ്, എനിക്ക് മനസ്സിലായ C ആണെന്ന്. അപ്പൊ ഞാൻ വേഗം മനസ്സിലൊന്ന് പറയണം 8C എന്നൊന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ബബിൾ ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ 7-നടുത്തേക്ക് വരുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയും ഇത് 7ആണ് 8അല്ല. അല്ലാത്ത പക്ഷം ഒരുപാട് പേർക്ക് ഈ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരു 4-5 എണ്ണം നമ്മൾ ആ ഒരു ലെവലിൽ ബബിൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്ന വിട്ടതിന്റെ അകത്താണ് നമ്മൾ കൊണ്ട് ഈ ബബിൾ ചെയ്യുന്നത്. നമുക്ക് എത്രമാത്രം നഷ്ടം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഒരു തവണ ബബിൾ ചെയ്താൽ പിന്നെ ഒരു ഓപ്ഷനും ഇല്ലാതെ തിരുത്താനോ മായ്ക്കാനോ ഒന്നും. അതുകൊണ്ട് അത് ഓർക്കുക. ഒരു ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 10ന്റെ ഉത്തരം C ആണ്, സോ 10C എന്നൊന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നിട്ട് ബബിൾ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ 10ന് നേരെ മാത്രമേ ബബിൾ ചെയ്യത്തുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പ്രിപ്പറേഷനെ ബന്ധപ്പെട്ട് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചുകൊണ്ട് നിങ്ങൾ വളരെ ഇന്റൻസ് ആയിട്ട് തന്നെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുക. എക്സാം ഡേറ്റ് എന്നോ ആയിക്കോട്ടെ, അത് നമ്മളെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല. പരീക്ഷ എന്ന് വന്നാലും നമ്മൾ പോയി എഴുതും, അത് നേടും. അപ്പൊ അതുകൊണ്ട് ഈ ഇപ്പെടുന്ന പോലെ സമയം കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൃത്യമായിട്ട് എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനു വേണ്ടിയിട്ട് ഇപ്പോഴേ കിട്ടാവുന്ന സമയങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ട് പഠിത്തം മുമ്പോട്ട് കൊണ്ടുപോകുക. ഇനി നമുക്ക് സ്പെയർ ചെയ്യാൻ ടൈമില്ല. സോ കിട്ടുന്ന എല്ലാ സമയങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. ഇതില്ലെങ്കിൽ
ഈ പറയുന്ന കാറ്റഗറി 1 2 3 ഒക്കെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതാത് യോഗ്യതയുള്ള പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത. നേരത്തെ അക്ഷര മിസ് പറഞ്ഞ പോലെ അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും എനിക്ക് കാറ്റഗറി 1 ഇല്ല, അല്ലെങ്കിൽ 2 ഇല്ല, അല്ലെങ്കിൽ 3 ഇല്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇതിന്റെ പുറകെ ഓടിയെടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഇറങ്ങുന്ന സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഇത് കൃത്യമായിട്ട് കവറപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമ്മുടെ ഈ സെഷൻ ഞാൻ അക്ഷര മിസ്സിന് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്യാണ്. അക്ഷര മിസ് പ്ലീസ്. ഹലോ, ഇടയ്ക്ക് 1-2 പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ന്യൂ സിലബസിന്റെ കാര്യം. പലരും ഡൗട്ട് ചോദിച്ചൊരു കാര്യമാണ് ഈ സിലബസ് ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം പറഞ്ഞിട്ടേ. ഈ 8th, 9th, 10th ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കണ്ടന്റ് മാറിയിട്ടില്ല. നമുക്കിപ്പോ കുട്ടികൾക്ക് പുതിയ പെഡഗോജിക്കൽ അപ്രോച്ച് വെച്ചിട്ടുള്ള ഹയർ ഓർഡർ തിങ്കിങ് ലെവലിലോട്ട് പോകാനുള്ള രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ കണ്ടന്റ് എല്ലാം സെയിം തന്നെ. ബേസിക് ആയിട്ട് അവർക്ക് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ആ ഒരു കണ്ടന്റിനെ എങ്ങനെയാണ് കുട്ടികളിൽ അവതരിപ്പിക്കുന്നത് ആ ഒരു രീതിയിലാണ് മാറ്റം വന്നേക്കുന്നത്. അവർക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് ആപ്ലിക്കേഷൻ ലെവലിലോട്ട് ഹൈ ഓർഡർ തിങ്കിങ്ങിലോട്ട് കൊണ്ടുപോവുക എന്ന മാറ്റം മാത്രമാണ് നിലവിൽ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ വന്നേക്കുന്നത്. പിന്നെ ഈ ഒരു ലാംഗ്വേജ്, ഇപ്പൊ ഇംഗ്ലീഷ്, മലയാളം, കഥകളും കവിതകളും ഒക്കെ മൊത്തത്തിൽ മാറിയിട്ടുള്ളത് നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. അപ്പൊ അത് നമുക്ക് ഒരിക്കലും അങ്ങനെ ചോദ്യങ്ങൾ വരാറില്ലല്ലോ. പിന്നെ പ്രധാനമായിട്ട് എല്ലാവരും സയൻസ്, സോഷ്യൽ, മാത്സ് ഒക്കെയാണ് ചോദിക്കുന്നത്. അവിടെ ഒരു പ്രശ്നവും ഇല്ലടാ, കണ്ടന്റ് സെയിം തന്നെയാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല. കുട്ടികൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ അത് ഓർത്താരും ടെൻഷൻ അടിക്കേണ്ട. അയ്യോ ഞങ്ങൾ പഴയ SCERT ടെക്സ്റ്റ് ആണ് വർക്ക്ഔട്ട് ചെയ്തത്, ഇനി എന്ത് ചെയ്യും, അങ്ങനെ ചിന്തിക്കേണ്ട. അത് തന്നെയാണ്. ഓക്കെ, ആ ഒരു കാര്യമുള്ളൂ. പിന്നെ അതുപോലെ വേറെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുക്കിന്റെ കാര്യം. ഇവിടെ നമുക്ക് ബുക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം കിട്ടുന്ന ബുക്കുകൾ ഇതുപോലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് തന്നെയാണ്. അങ്ങനെ ഒരു ബുക്കിനെ റിലേ ചെയ്തുകൊണ്ട് നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല. സ്മാർട്ട് വർക്കിന് നമുക്ക് ഇതുപോലെ ഒരുപാട് ബുക്ക് വാങ്ങി കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. എത്ര ചോദ്യ പേപ്പർ എടുത്താലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യക്തി. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പെട്ടെന്ന് കമന്റ് ചെയ്തേ. എന്നൊരു ഓപ്ഷനാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. പ്രോസസ് where two individuals who begins with different the process in which children learn to perform tasks as set by elder members in a society. The area between a child's children current level independent performance and the level of performance that the child could achieve with the help of adults and more skilled peers. A range of tasks that the child should be able to do as per high age but cannot. അപ്പൊ എല്ലാവരും ഉത്തരം പറഞ്ഞു വൈഗോട്സ്കി. അപ്പൊ വൈഗോട്സ്കി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഐഡിയ ആണ്. അപ്പൊ അതറിയാവുന്നവർക്ക് തീർച്ചയായിട്ടും ഉത്തരം കണ്ടുപിടിക്കുക. എന്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുന്ന രീതിയിലാണ് നമ്മുടെ സൈക്കോളജി ക്വസ്റ്റ്യൻസ്. സെയിം സാധനം തന്നെ പുതിയ 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 രീതികളിൽ വരും. അപ്പൊ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ZPD വൈഗോട്സ്കി. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെയെങ്കിൽ പെട്ടെന്ന് നോക്കിയിട്ട് ഉത്തരം പറയാം. ഓരോ ഓപ്ഷനും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. ഓക്കെ, അശ്വതി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കുട്ടിയുടെ കറന്റ് ലെവൽ ഓഫ് ഇൻഡിപെൻഡന്റ് പെർഫോമൻസ്. അതേം അറിയാം. ഇപ്പൊ ഒരു ലെവൽ കുട്ടിക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷെ മോർ നോളജബിൾ അതിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹയർ ലെവലിൽ എത്താൻ കഴിയും. അപ്പൊ അതിന്റെ ഇടയിലുള്ള ആ ഒരു ഏരിയ, ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ? ZPD അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ചോദ്യ പേപ്പറുകൾ നോക്കുമ്പോൾ ഇതുപോലെ വൈഗോട്സ്കി, പിയാഷെ, നമുക്ക് കുറേ തിയറിസ്റ്റുകളില്ലേ, ഇവരെ കുറിച്ചെല്ലാം ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്. അത് തന്നെയാണ് അവർ ചോദിക്കുന്നത്. പുതിയ കാര്യങ്ങളൊന്നും അവർ കൊണ്ടുവരുന്നില്ല. നമ്മൾ പഠിച്ച നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷെ ചോദിക്കുന്ന എന്തായിരിക്കും? പുതിയ പുതിയ രീതികളിലായിരിക്കും. ഇപ്പൊ ഒരു ചോദ്യം ഒരു ഉത്തരവോ എന്നല്ല, ചിലപ്പോ കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്യാനും മാച്ച് ഫോളോയിങ് ഒക്കെ ആയിട്ട് വരും. എങ്ങനെ വന്നാലും ഉത്തരം കണ്ടെത്താൻ നമ്മൾ പ്രാപ്തരാവണമെങ്കിൽ എന്ത് ചെയ്യണം? മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. നമ്മുടെ ചാനലിലാണെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട്സ് ഇടാറുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഓൾറെഡി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇതേ ലെവലിൽ കേട്ടത്തിന്റെ അതേ ലെവലിലുള്ള മറ്റ് മത്സര പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അത് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പണ്ട് എല്ലാവർക്കും പേടിയുള്ളൊരു സാധനമായിരുന്നു അസേർഷൻ റീസൺ. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് ഇത് കണ്ടുപിടിക്കാനായിട്ട്. കേട്ടിട്ട് എക്സാമിനും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അസേർഷൻ ഇതാണ്: ഇൻക്ലൂസീവ് ക്ലാസ് റൂം. In an inclusive classroom, all curriculum adaptation should be directed to lower the education standard for special children. Reason:
Special children do not have any potential for learning in mainstream classroom. ഇപ്പൊ നമ്മുടെ ചോദ്യപേപ്പറുകൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ഏരിയ ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ ചിൽഡ്രൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അല്ലേ. അപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ പുതിയ പെഡഗോജിക്കൽ അപ്രോച്ച് പ്രകാരം എല്ലാവരെയും ഒരേപോലെ ഒന്നിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഒരുപോലത്തെ വിദ്യാഭ്യാസം കൊടുക്കുക എന്നതല്ലേ. അപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അത്രയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അസേർഷനും ഉണ്ട്, റീസണും ഉണ്ട്. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ടെൻഷൻ അടിക്കാതെ ഒന്നും വേണ്ട, അസേർഷൻ ആദ്യം വായിച്ച് നോക്കാം. അസേർഷൻ വായിച്ച് നോക്കിയിട്ട് നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാക്കണം, അസേർഷൻ ശരിയോ തെറ്റോ. ഓക്കെ, അതിനുശേഷം മാത്രം റീസൺ വായിക്കാം, ശരിയോ തെറ്റോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇത് രണ്ടും ശരിയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, ഈ അസേർഷനും റീസണും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള കാര്യത്തിലോട്ട് നമ്മൾ പോവേണ്ടതുള്ളൂ. ഏറ്റവും ആദ്യം നോക്കേണ്ട എന്താണ്, നമ്മുടെ മുമ്പിൽ കാണുന്ന രണ്ട് സെന്റൻസുകൾ ഇത് രണ്ടും ശരിയാണോ എന്ന് നോക്കാം. ചിലപ്പോ ഒന്ന് ശരിയാകും, ഒന്ന് തെറ്റായിരിക്കും, ചിലപ്പോൾ രണ്ടും ശരിയാകും, ചിലപ്പോൾ രണ്ടും തെറ്റായിരിക്കും, എന്ത് വേണമെങ്കിലും വരാം. രണ്ടും ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വരുന്നുള്ളൂ അടുത്ത ചോദ്യം, അസേർഷനും റീസണും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ. അപ്പൊ ഏറ്റവും ആദ്യം എന്താണ്, ഇത് ശരിയോ തെറ്റോ എന്ന് നോക്കുക, അതിനുശേഷം ബാക്കി ചിന്തിച്ചാൽ മതി. അപ്പൊ നമുക്കിനി ഓപ്ഷൻസ് നോക്കാം. ജസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേണിലാണ്. Both A and R are false, both A and R are true and R is the correct explanation of A. Both A and R are true but R is not the correct explanation of A. A is true but R is false. അപ്പൊ ഈ ഓപ്ഷനിലോട്ട് നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ഓപ്ഷൻ ആദ്യം നോക്കാൻ നിൽക്കരുത്. ഉത്തരം അങ്ങനെ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഫോറല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഒരു സെക്കൻഡ് പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ നോക്കിയേ വേണ്ട, ഓപ്ഷൻ നോക്കാതെ ചോദ്യം മാത്രം നോക്കാം. നമുക്കൊരു ഉത്തരം എത്തിക്കഴിഞ്ഞ ശേഷം മാത്രം ഓപ്ഷനിൽ അതുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് മലയാളത്തിലൂടെ ഒന്ന് പറയാം, അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ക്വസ്റ്റ്യനുള്ള ഡൗട്ട് അങ്ങ് മാറും. ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ കരിക്കുലം അല്ല എന്താണ്, നമ്മൾ എപ്പോഴും കരിക്കുലം അഡാപ്റ്റ് ചെയ്ത് എങ്ങനെ കൊണ്ടുവരണം, കുട്ടികളുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് കുറച്ച് കൊണ്ടുവരണം. സ്പെഷ്യൽ ചിൽഡ്രന് വേണ്ടിയിട്ട് എന്താണ്, എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് കുറച്ച് കൊണ്ടുവരണം. രണ്ടാമത്തെ സ്പെഷ്യൽ ചിൽഡ്രൻ എന്താണ്, മെയിൻ സ്ട്രീം മുഖ്യധാര ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാനുള്ള പൊട്ടൻഷ്യൽ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കേ, എവിടെങ്കിലും നമ്മളെ കുട്ടികളുടെ സ്റ്റാൻഡേർഡ് കുറച്ച് കൊണ്ടുവരണമെന്ന് പറയോ, ഒരിക്കലും ഇല്ലല്ലേ. എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, കുട്ടികളുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് ഉയർത്താനാണ് ശ്രമിക്കുക. സ്പെഷ്യൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും ഒരു കുഞ്ഞിനെ പോലും നമ്മൾ എന്താണ് ലേബൽ ചെയ്ത് അവർക്ക് എന്താണ് പൊട്ടൻഷ്യൽ ഇല്ല എന്ന് പറഞ്ഞ് മാറ്റാൻ പാടില്ല. നമ്മൾ അധ്യാപകരാകുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ കുട്ടിയും അവർ യൂണീക്കാണ്, വ്യത്യസ്തരാണ്. അപ്പൊ ഒരിക്കലും എന്താണ് അവർക്കൊന്നിനും പൊട്ടൻഷ്യൽ ഇല്ല എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞിനെ പോലും മാറ്റി നിർത്തുക എന്നത് ഒരിക്കലും എന്താണ് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് ചേർന്നതല്ല അല്ലെ. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ അധ്യാപകർ എന്നുള്ള രീതിയിലുള്ള നമ്മുടെ മനോഭാവത്തെ അളക്കാനുള്ള ചോദ്യങ്ങളും തീർച്ചയായിട്ടും പ്രതീക്ഷ. ഇപ്പൊ ഉത്തരം വന്നു കഴിഞ്ഞു, എന്തായിരുന്നു, ഓപ്ഷൻ 1 ആയിരുന്നു അല്ലെ, ബോത്ത് A and R are false. രണ്ടും തെറ്റായിരുന്നു. രണ്ടും ശരിയാണെങ്കിൽ മാത്രം എന്താണ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ, അങ്ങനെയൊക്കെ നമ്മൾ എന്താണ് കൂടുതൽ ചിന്തിച്ച് പോയാൽ മതി. അപ്പം എന്താണ് ഒരെണ്ണം തെറ്റാന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലോട്ട് പോകാം. നമുക്ക് ഒരു ചോദ്യം കൂടെ സൈക്കോളജിയിൽ നിന്ന് നോക്കാം. Which of the following statement about children's thinking is not correct? കുട്ടികളുടെ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. എല്ലാവർക്കും എന്താണ് ഒരു ചെറിയ ഒരു പ്രശ്നം വരുന്ന ഒരു മേഖലയാണ്. ഈ കൂട്ടത്തിൽ എന്താ തെറ്റേത് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ മാർക്ക് ചെയ്യാൻ, പെട്ടെന്ന് കാണുന്ന ശരിയിൽ കയറി മാർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ഇപ്പൊ അവിടെ നോട്ട് എന്നുള്ള വാക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തോണ്ടാണ് പെട്ടെന്ന് നമ്മൾ അത് സ്ട്രൈക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ഇത് സ്മാൾ ലെറ്റർ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മുടെ എക്സാം ഹാളിൽ നമ്മുടെ ധൃതിയിൽ നമ്മൾ എന്താണ് ആവശ്യപോലെ സ്റ്റേറ്റ്മെന്റ് ചിൽഡ്രൻ തിങ്കിങ് ഈസ് കറക്റ്റ് എന്ന് നമ്മൾ അങ്ങ് ചിന്തിച്ചു പോകും. എന്നിട്ട് മാർക്ക് ചെയ്യുമ്പോഴാണ് OMR ഷീറ്റ് ആണ് പോയില്ലേ. അപ്പൊ എന്ത് ചെയ്യാ, ചോദ്യം വ്യക്തമായിട്ട് 1 or 2 വട്ടം വായിച്ചു നോക്കിയ ശേഷമേ എന്ത് ചെയ്യാവൂ, ഓപ്ഷൻ വായിച്ച് മാർക്കിങ്ങിലേക്ക് പോകാവൂ. Children actively think about various phenomena around them and have an urge to explore. Children are born with curiosity to learn about the world around them. Children construct their own theories about various phenomena around them. Children cannot think of concept on their own and the primary role of teacher is to provide information. ഉത്തരം വന്നു കഴിഞ്ഞു അല്ലേ. എന്താ, നമ്മൾ അധ്യാപകർ ഒരിക്കലും കുട്ടികൾക്ക് എന്താണ് സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കാൻ നിൽക്കുകയല്ല. അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലേ.
അധ്യാപകരുടെ പ്രൈമറി റോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ് സ്പൂൺ ഫീഡ് ചെയ്ത് ഇൻഫർമേഷൻ കുത്തിക്കയറ്റി കൊടുക്കുക എന്നാണോ? അല്ല, അവർക്കൊരു മെന്ററായിട്ട്, ഹോൾഡറായിട്ട്, സപ്പോർട്ടറായിട്ട്, ഗൈഡായിട്ട് നിൽക്കുക എന്നതാണ് നമ്മുടെ ജോലി. കുട്ടികൾക്ക് എന്താണ് ആക്റ്റീവായിട്ട് ചിന്തിക്കാനും പിന്നെന്താണ് അവർക്ക് ഈ പറഞ്ഞ ലോകത്തെ മനസ്സിലാക്കാനുള്ള ക്യൂരിയോസിറ്റിയും സ്വന്തമായിട്ട് തിയറീസ് നിർമ്മിക്കാനുള്ള കഴിവുമുണ്ട്. അതിനെ പരിപോഷിപ്പിക്കുകയാണ് നമ്മൾ അധ്യാപകർ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, ആരും ലെഫ്റ്റ് ആകരുത്. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് കിരൺ സാറും ആര്യ മിസ്സും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ സെക്ഷൻ ഇതോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യാണ്. തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. എല്ലാ ദിവസവും എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട്സ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ കിട്ടുന്നൊക്കെ എന്താണ് മാക്സിമം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് യാതൊരു എന്താണ് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടാത്തൊരു കാര്യമാണല്ലോ. ഒരു 5 ചോദ്യം എന്താണ് ജസ്റ്റ് നമ്മുടെ ചാനൽ നോക്കി ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ടും എന്റെ സപ്പോർട്ട് കൂടി പഠിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സുകളും എന്താണ് iPlusൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ട്രയൽ ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കാം. അപ്പൊ ആരും ലെഫ്റ്റ് ആവില്ല. തൽക്കാലം ഞാൻ എന്റെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. മറ്റൊരു സെക്ഷനായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഒരു 2-3 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ നടന്ന എക്സാംസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിന് ഒരു 3 ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് സമയം വളരെ കുറവാണ്. നമ്മളൊരു 1 hour സെഷനാണ് തീരുമാനിച്ചിരുന്നത്. എങ്കിൽ പോലും എല്ലാ ടീച്ചേഴ്സും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കുറച്ച് ലെങ്തി ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ടൈം ഒട്ടും കളയാൻ നമുക്ക് വേഗം ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഡാഷ് വാട്ട് ഹി വാസ് സെയിങ്. അപ്പോൾ എന്താണ് ഫ്രേസൽ വേർബ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഇതിന്റെ ആൻസർ വരുന്ന ആ ഒരു വേർഡ് അല്ലെ, ആ ഒരു ഫ്രേസൽ വെർബ് കുറച്ച് നാളുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാതിരുന്നിട്ട് വീണ്ടും പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തത്. ആൻസർ വേഗം ഒന്ന് പറഞ്ഞേ. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഡാഷ് വാട്ട് ഹി വാസ് സെയിങ്. ആൻസർ എന്ത് വരും? ടേൺ ഔട്ട്, പുട്ട് ഔട്ട്, മേക്ക് ഔട്ട്, ബേൺ ഔട്ട്. ഔട്ട് വെച്ചിട്ടുള്ള 4 ഫ്രേസൽ വേർബ്സ് ആണ് വന്നിരിക്കുന്നത്. ആൻസർ എന്തായിരിക്കും വരുന്നത്? ഫാത്തിമ കമന്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ ആൻസേഴ്സ് കൂടി വരട്ടെ, വേഗം വേഗം വരട്ടെ. യെസ്, വെരി ഗുഡ്. സ്നേഹ. ഓക്കെ, ആൻസർ എന്ത് വരും? ഗോപിക. വെരി ഗുഡ്. എന്താണ്? മേക്ക് ഔട്ട് ആണ് അല്ലെ. മേക്ക് ഔട്ട് മീൻസ് അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി വാസ് സെയിങ്. ഓക്കെ, മേക്ക് ഔട്ട് എന്നുള്ള വേർഡിന്റെ ആ ഒരു ഫ്രേസൽ വേർബിന്റെ മീനിങ് എന്താണ്? അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, പുട്ട് ഔട്ട് അറിയാമല്ലോ, എക്സ്റ്റിങ്ക്യൂഷ്. ടേൺ ഔട്ട് എന്താണ് വരുന്നത്? സ്വിച്ച് ഓഫ്. നമ്മൾ ടേൺ ഓഫ് എന്നൊക്കെ പറയും അല്ലെ, സെയിം മീനിങ് തന്നെയാണ്. സ്വിച്ച് ഓഫ് ചെയ്യാന്ന് പറയും. ബേൺ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാളുടെ ഹെൽത്ത് നശിക്കുന്നതിനാണ് ബേൺ ഔട്ട് എന്ന്, റൂയിൻസ് വൺസ് ഹെൽത്ത് എന്ന് പറയും അല്ലെ. അതിനെയാണ് നമ്മൾ ബേൺ ഔട്ട് എന്ന് പറയും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ ദി കറക്റ്റ് സെന്റൻസ്. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഐഡന്റിഫൈ ദി കറക്റ്റ് സെന്റൻസ്. അപ്പോ ഇറ്റ് ഈസ് ഹൈ ടൈം എന്ന് പറയുന്ന ഒരു യൂസേജിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. It is high time we started searching the room. It is high time we start searching the room. It is high time we start searching the room. It is high time we start searching the room. എന്തൊരു ആൻസർ? ഓപ്ഷൻ എ പറയുന്നുണ്ട്, ഡി പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഏതിൽ ഉറപ്പിക്കാൻ പറ്റും? എ ആണോ ഡി ആണോ? ഓക്കെ, ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് ഹൈ ടൈം വി സ്റ്റാർട്ടഡ് സെർച്ചിങ് ദി റൂം. അപ്പൊ എല്ലാവരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കുറച്ചു പേര് ഓപ്ഷൻ ഡി കമന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം, ഇറ്റ് ഈസ് ടൈം. ഓക്കെ, അപ്പൊ ഇതിന് 3-ന് ശേഷവും നമ്മൾ എപ്പോഴും വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് പേര് ഓപ്ഷൻ ഡി കമന്റ് ചെയ്തത്. ഇറ്റ് ഈസ് ഹൈ ടൈം വി സ്റ്റാർട്ട് കമന്റ് ചെയ്തിരിക്കുന്നത്. ഡിക്ക് ശേഷം ഈ ഒരു പ്ലൂറൽ, ഈ പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് അവിടെ യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് അത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം, ഇറ്റ് ഈസ് ടൈം, ഈ 3 യൂസേജിന്റെ കൂടെ അതിനുശേഷം ഒരു സബ്ജക്റ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനുശേഷം വരുന്ന വേർബിന്റെ സെക്കൻഡ് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത്? സ്റ്റാർട്ട് എന്ന് പറയുന്ന വേർബിന്റെ സെക്കൻഡ് ഫോം അല്ലെ പാസ്റ്റ് ഫോം എന്ന് പറയുന്നത് സ്റ്റാർട്ടഡ് ആണ്. ഓർത്തിരിക്കുക, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം, ഇറ്റ് ഈസ് ടൈം. അതിന് 3-ന് ശേഷം ഒരു സബ്ജക്റ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വേർബിന്റെ പാസ്റ്റ് ഫോം ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? നോർമലി ഇറ്റ് ഈസ് ടൈം എന്നാണ് വന്നിരുന്നെങ്കിൽ അവിടെ എന്താണ്? ഏറ്റവും ലാസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് ടൈം സ്റ്റാർട്ട് സെർച്ചിങ് ദി റൂം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
50 rupees dash not to be charged for the parking space. ഇവിടെ നമ്മൾ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വേർബ് യൂസ് ചെയ്താൽ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺകോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 50 rupees dash not to be charged for the parking space. ഇതൊരു ആൻസർ. വേഗം വേഗം ആൻസർ പറഞ്ഞേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോൺകോഡ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന കാര്യമാണ്. ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്, ഡി പറഞ്ഞിട്ടുണ്ട്. 50 rupees dash not to be charged for the parking space. Yes, very good. കൂടുതൽ പേര് വരാണ് ഓപ്ഷൻ ഡി ആണ് കമന്റ് ചെയ്യുന്നത് അല്ലെ. ആൻസർ ചെയ്ത് വരും ഈസ് ആണ് വരുന്നത്. ഓക്കെ, 50 rupees. ഇപ്പൊ റുപ്പീസ് എന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും അത് പ്ലൂറൽ ആണ്. പക്ഷെ എന്താണ് റുപ്പീസ് എന്ന് പറയുന്ന എമൗണ്ടിനെ സൂചിപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ എമൗണ്ട്, ഡിസ്റ്റൻസ്, ടൈം, വെയിറ്റ്, ഇതിനൊക്കെ ശേഷം നമ്മൾ അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന വേർഡ്സിന് ശേഷം വരുന്ന വേർബ് എപ്പോഴും സിംഗുലർ വേർബ് ആയിരിക്കും. മറന്നു പോകരുത്. ഇങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് എക്സാംസിന് ചോദിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇപ്പൊ റുപ്പീസ് എന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തായാലും അവിടെ ഈസ് വരില്ല, ഒന്നുകിൽ ആർ അല്ലെങ്കിൽ വേറെ ആയിരിക്കും. ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? എമൗണ്ട്, വെയിറ്റ്, ഡിസ്റ്റൻസ്, ടൈം. ഇതിന് 4 ശേഷവും വരുന്ന വേർബ് എപ്പോഴും എന്തായിരിക്കും? സിംഗുലർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ എല്ലാവരും എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഡേറ്റ് ഒന്നും നോക്കിയിരിക്കേണ്ട, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകളെല്ലാം I+ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാറ്റഗറി 1, 2 അതേപോലെ 3ക്കും ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടംപോലെ ഫ്രീ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പൊ അത് കയറി കണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ നമ്മുടെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. അപ്പോൾ എല്ലാവരും ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് മാത്സുമായി ബന്ധപ്പെട്ട ഒരു 2-3 ക്വസ്റ്റ്യനോട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ പ്രിപ്പറേഷൻ കുറച്ചൊന്ന് മെച്ചപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ക്രാഷ് ആയിട്ട് അഡ്മിഷൻ ഒരു 50% ഓഫറോട് നമുക്ക് I+ന്റെ കോഴ്സ് ഇപ്പോൾ ലൈവ് അവൈലബിൾ ആണ്. ഇൻ ചാറ്റിൽ, ഇൻ കോൾ മെസ്സേജസിൽ കോൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സ് അഡ്മിഷൻ എടുക്കാൻ ഈ പറയുന്ന പോലെ 50% ഓഫറിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓഫർ പ്രൈസിൽ നമുക്ക് കോഴ്സ് സ്വന്തമാക്കാൻ പറ്റും. I+ന്റെ കൂടെയുള്ള നമുക്ക് നല്ല സോഴ്സ് ഓഫ് PYQs ആൻഡ് MCQs ഉണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തി അവസാനപ്പെട്ട സമയത്ത് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ അത് പ്രാപ്തരാക്കും എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കൊരു 2-3 ക്വസ്റ്റ്യൻസ് മാത്സുമായി ബന്ധപ്പെട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ആക്റ്റീവായിട്ട് ആൻസേഴ്സ് എന്ന് പറയാൻ ശ്രമിക്കുക. Okay, question നോക്കുള്ളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുള്ളൂ. A bus starts at 2:40 in the morning from Trivandrum and reaches Kannur at 4:05 in the evening. The time taken for the journey is. ഒരു ബസ് രാവിലെ തിരുവനന്തപുരത്ത് 2:40 വെളുപ്പിന് 2:40 തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കണ്ണൂർ എത്തുന്നത് വൈകിട്ട് 4:05 അങ്ങനെയാണെങ്കിൽ ആ ജേർണിക്ക് എടുത്ത ടൈം എത്രയാണെന്നുള്ളതാണ്, സമയം കൊണ്ടാണ് ആ ജേർണി കംപ്ലീറ്റ് ആയെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആൻസേഴ്സ് വേഗം ഒന്ന് പറയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുമ്പോട്ട് നീക്കാമായിരുന്നു. ഓക്കെ, യൂട്യൂബ് ചാനലിന്റെ പേര് പറയാൻ ഒന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് I+ കേറ്ററ്റ് LPUP എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര് കേട്ടോ. കേറ്ററ്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്ന ചാനലിന്റെ പേര് I+ കേറ്ററ്റ് LPUP. I+ കേറ്ററ്റ് LPUP എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പൊ തന്നെ വരും, ഫസ്റ്റ് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ കുറെ പേര് A യും B യും ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് വേഗം ഒന്ന് നോക്കാം. ജസ്റ്റ് നോക്കിക്കോളൂ. ഓക്കെ, രാവിലെ 2:40 ഈ ബസ് അവിടെ നിന്ന് എടുക്കുന്നത്. അപ്പൊ 2:40 എടുക്കുന്ന ഈ ബസ് 3 മണിയാകുമ്പോ 20 മിനിറ്റ് അല്ലെ, 20 മിനിറ്റ് ആയിട്ടുണ്ടാവുമല്ലോ. അതായത് 2:40 20 മിനിറ്റ് കൂടെ ആകുമ്പോൾ 3 മണിയാകത്തില്ലേ. അപ്പം റൗണ്ട് ഫിഗർ ആക്കാൻ വേണ്ടിയാണ് 3 മണി എന്ന് പറഞ്ഞത്. ഓക്കെ, വൈകിട്ട് 4 മണിക്കാണ് ചെല്ലുന്നത്. അപ്പൊ 12 മണി, ഒരു ദിവസത്തിന് മധ്യഭാഗമാണല്ലോ 12 മണി എന്ന് പറയുന്നത്. അപ്പൊ 12 മണി എന്നുള്ള സമയമാകുമ്പോൾ എത്ര സമയമാവും നോക്കാം. 12 മണി 3 മണി 12 മണി ആവുന്ന 9 മണിക്കൂറോട് വേണം. സോ 9 മണിക്കൂറും 20 മിനിറ്റ്. നേരത്തെ ഓൾറെഡി ഒരു 20 മിനിറ്റ് 3 മണിയായപ്പോ 20 മിനിറ്റ് ആയിട്ടുണ്ട്. സോ ഇപ്പൊ 12 മണിയായപ്പോ അതിന്റെ കൂടെ ഒരു 9 മണിക്കൂറും 20 മിനിറ്റ് നമ്മൾ കൂട്ടുണ്ട് അല്ലെ. 9 3 അല്ലേ 12. 3 മണിയായപ്പോ ഓൾറെഡി 20 മിനിറ്റ് ഉണ്ട്. സോ 12 മണിയായപ്പോ 9 മണിക്കൂറും 20 മിനിറ്റ് ഉണ്ട്. ഇനിയോ 4 മണിയല്ലേ, 4 മണിയാകുമ്പോഴോ അപ്പൊ ഇതിന്റെ കൂടെ ഒരു 4 മണിക്കൂറോട് കൂട്ടണ്ടേ. 9 മണിക്കൂർ 20ന്റെ കൂടെ 4 മണിക്കൂർ കൂട്ടിയാൽ 13 മണിക്കൂറും 20 മിനിറ്റുമാണ്. 13 മണിക്കൂറും 20 മിനിറ്റ്. ഇനിയോ 4 മണിക്കല്ലല്ലോ ബസ് എത്തിയത്, 4:05
അപ്പൊ 4:05 എത്തണമെങ്കിൽ ഒരു 20 മിനിറ്റ്, സോറി, ഒരു 5 മിനിറ്റ് കൂട്ടിയാൽ മതി. 13 മണിക്കൂറും 25 മിനിറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യം. ഇത് കാറ്റഗറി 1-മായി റിലേറ്റ് ചെയ്തൊരു ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ 1, 2, 3-മായി ബന്ധപ്പെട്ട ഓരോ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. എ പറഞ്ഞ ആൾക്കാര് നിങ്ങളുടെ ഉത്തരം ശരിയാണ്. അപ്പോ മനസ്സിലായ 13 മണിക്കൂറും 25 മിനിറ്റ് എന്നുള്ളതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. To decrease the area of square by 36%, by what percentage of its length should each side be reduced? വളരെ എളുപ്പമാണല്ലേ. സ്ക്വയറിന്റെ ഏരിയ 36% കുറയ്ക്കണമെങ്കിൽ സൈഡ് എത്ര ശതമാനം കുറയ്ക്കണം? സൈഡ് എത്ര ശതമാനം? സ്ക്വയറിന്റെ ഏരിയ എ സ്ക്വയർ ആയതുകൊണ്ട് എത്രയായിരിക്കും? ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് പറഞ്ഞേ. എന്താണ് ഓപ്ഷൻ? ഒന്ന് മെസ്സേജ് അയച്ചേ. എത്രയായിരിക്കും ഇതിന്റെ ആൻസർ? വേഗം പറഞ്ഞേ. 36% ഏരിയ വേണ്ടത്, ഏരിയ കുറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്താണ് സൈഡ് എത്ര ശതമാനം കുറയ്ക്കണം? ഓരോ സൈഡിന്റെ നീളം എത്ര ശതമാനം കുറയ്ക്കുമ്പോഴാണ് ഏരിയ 36% കുറയുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഒരാൾ മാത്രമാണ് ആൻസർ കമന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണേ. നോക്കിക്കോ, ഇവിടെ യഥാർത്ഥത്തിൽ പെട്ടെന്ന് 36% എന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു ചിന്ത വരും, സ്ക്വയർ അല്ലേ, ഏരിയ 36% കുറഞ്ഞെങ്കിൽ സൈഡ് 6% കുറയണം അല്ലെ? അങ്ങനെ ചിന്തിച്ച്, കാരണം 36 റൂട്ട് 6 ആയതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് ഓപ്ഷൻ എയിൽ തന്നെ 6 എന്നുള്ള ഉത്തരം കിടപ്പുണ്ട്. പക്ഷെ അത് എഴുതി വെച്ചാൽ ഉത്തരം തെറ്റാണ്. നമുക്ക് എന്തുകൊണ്ടാണ് സംഭവം നോക്കാം. നോർമല് കേസിൽ ഒരു സ്ക്വയറിന്റെ ഒരു ഏരിയ എ ആണെങ്കിൽ അതിന്റെ ഒരു സൈഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റൂട്ട് എ എടുക്കണം അല്ലെ? റൂട്ട് എ. സ്ക്വയറിന്റെ ഏരിയ എ ആണെങ്കിൽ ഏരിയ ഒരു സൈഡിന്റെ നീളം കണ്ടുപിടിക്കുക, റൂട്ട് എ എടുക്കണം. അപ്പം 36 സ്ക്വയറിന്റെ ഏരിയ എങ്കിൽ അതിൽ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് 36 6 അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏരിയ 36% കുറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സാധനം ഫുൾ എന്ന് പറഞ്ഞാൽ 100%, 36% കുറയണം എന്ന് പറഞ്ഞാൽ 100 36% കുറഞ്ഞാൽ 64% ചുരുങ്ങും. അത് അപ്പൊ ഏരിയ നോർമൽ ഉണ്ടായിരുന്ന ഏരിയ 64% ചുരുങ്ങണം. അപ്പോ 64% എന്ന് എഴുതണമെങ്കിൽ 64/100 എന്ന് എഴുതിയാൽ മതി. 64% ആവും. ഇൻറ്റു എയുടെ 64% ചുരുങ്ങി. ഏരിയ ഇത്രയും ചുരുങ്ങിയെങ്കിൽ ആ സമയത്ത് അതിന്റെ സ്ക്വയറിന്റെ സൈഡ് കണ്ടുപിടിക്കാൻ ഈ സാധനത്തിന്റെ റൂട്ട് എടുത്താൽ മതി. അപ്പൊ 64a/100. ഇവിടെ ഓരോന്നിന്റെ റൂട്ട് എടുത്താൽ എന്തോ സംഭവിക്കും? 64ന്റെ റൂട്ട് എടുത്താൽ 8 ആവും. എയുടെ റൂട്ട് എടുത്താൽ റൂട്ട് എ ആവും. 100ന്റെ റൂട്ട് എടുത്താൽ 10 ആവും. അപ്പോ ഈ റൂട്ട് എ എന്ന് പറയുന്നതാണ് സൈഡ്. അത് എത്ര ആയെന്ന് കണ്ടുപിടിക്കുക ഇപ്പം നിലവിൽ എന്തായാലും സാധിക്കത്തില്ല. കാരണം ശതമാന രൂപത്തിൽ വരണമെങ്കിൽ താഴെ ഒരു 100 വന്നാലാണ് മേളിൽ ശതമാനം ആവുന്നത്. സോ ഇവിടെ 8/10 എന്നുള്ളതിനെ നമുക്ക് താഴെ 100 ആക്കണമെങ്കിൽ ഒരു 10 താഴെ ഗുണിച്ചാൽ മതി. അതേപോലെ മേളിൽ ഒരു 10 കൂടെ കൊണ്ട് ഗുണിച്ചാൽ ഇത് 80/100 ഇൻറ്റു റൂട്ട് എ എന്നാവും. എന്ന് പറഞ്ഞാല് ഏരിയ 64% ആവുമ്പോൾ സൈഡ് 80%. ഈ റൂട്ട് എ എന്ന് പറയുന്ന സൈഡാണ്. സൈഡ് 80% ആവും. സൈഡ് 80% ആകുമ്പോൾ എത്ര കുറവ് വന്നേ? 80% ആവും സൈഡ് എന്നുണ്ടെങ്കിൽ എത്ര ശതമാനത്തിന്റെ കുറവാകുന്നത്? നമുക്ക് 20%. 100% അല്ലേ? ഫുൾ എന്ന് പറയാൻ 100 ആണ്. അത് 80% എന്ന് പറയാൻ 20% കുറഞ്ഞു എന്നാണ് അർത്ഥം. സോ ഇവിടുത്തെ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ ഡി 20 ആണ് വരുന്നത്. ഗോപിക പറഞ്ഞ ആൻസർ ശരിയാണ്. കൺഗ്രാറ്റ്സ്. ഇത് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ അല്ല. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ മനസ്സിലാക്കി ചെയ്യേണ്ടത്. കാറ്റഗറി 2ന്റെ ഒരു PYQ ആണിത്. അപ്പൊ കാറ്റഗറി 2 എഴുതാൻ പോകുന്നവരൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടി പ്രതീക്ഷിക്കുക. ഓക്കെ, ഇതൊക്കെ യഥാർത്ഥത്തില് എന്താണ് ഈ പറയുന്ന പോളിഗൺസിന്റെ ഏരിയയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. യഥാർത്ഥത്തിൽ സിമ്പിൾ ടോപ്പിക്കുകളാണ്. പക്ഷെ എന്താണ് ആപ്ലിക്കേഷൻ ലെവലിൽ കുറച്ചുകൂടെ എന്താണ് ബെറ്റർ ആയിട്ട് നിങ്ങളെ പെർസെന്റേജിന്റെയും കൂടി അപ്ലൈഡ് ആയിട്ട്, അതായത് പോളിഗണിന്റെ ഏരിയ പ്ലസ് പെർസെന്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ കൂടെ ആപ്ലിക്കേഷൻ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ആണിത്. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് നഷ്ടമാകാനുള്ള സാധ്യത വളരെയധികം കുറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എക്സ് ആൻഡ് വൈ ആർ റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇത് കാറ്റഗറി 3 സബ്ജക്ട് പേപ്പറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പൊ അതൊരു PYQ ആണിത്. ഓക്കെ, x and y are real numbers such that 3 less than or equal to x less than or equal to 5 and 1 less than or equal to y less than or equal to 2. Which of the following is true? അതായത് x ന്റെ വില 3ഉം 5നും ഇടയ്ക്കാണ്, ഇൻക്ലൂഡിങ് 3 and 5. ഇവിടെ ഈക്വൽ ഉള്ളതുകൊണ്ട് 3 and 5 3ഉം 5ഉം ഉൾപ്പെടുന്നതാണ്.
ആൻഡ് വൈയുടെ വില 1 ഉം 2 ഉൾപ്പെടെ 1 നും 2 നും ഇടയ്ക്കായിരിക്കും പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് താഴെ പറയുന്നത് ഏതാണ് ട്രൂ എന്ന്. ഓരോ സാഹചര്യം എല്ലായിടത്തും പറയുന്നത് എക്സ് മൈനസ് വൈയുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ എക്സ് മൈനസ് വൈയുടെ റേഞ്ചാ പറയുന്നത്. എക്സ് മൈനസ് വൈ 1 മുതൽ 3 വരെ റേഞ്ച് ചെയ്യുന്നു. 1 3 എടുക്കണം. ഈക്വൽ ടു ഇട്ടേക്കുന്നുണ്ടാണ് 1 3 കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോ എക്സ് മൈനസ് വൈ 1 മുതൽ 4 വരെ റേഞ്ച് ചെയ്യുന്നു. 1 മുതൽ 5 റേഞ്ച് ചെയ്യുന്നു. 2 മുതൽ 4 വരെ റേഞ്ച് ചെയ്യുന്നു. ഇങ്ങനൊരു ചോദ്യത്തിന്റെ ഇതിന് ആൻസർ ആയിട്ട് വരാൻ സാധ്യതയുള്ള എന്താണെന്ന് കമന്റ് ചെയ്യാമോ വേഗം? എന്നിട്ട് നമുക്ക് വേഗം ഉത്തരം പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വേഗം പറയാമോ? ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്താണ് ഇത് കൃത്യമായി ചെയ്ത് മനസ്സിലാക്കാൻ സാധിച്ചു എങ്കിൽ അതിന്റെ ഓപ്ഷൻ ഒന്ന് കമന്റ് ചെയ്യാമോ വേഗം? ആരെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടോ? ഉത്തരം കമന്റ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, സമയക്കുറവ് കൂടെ. ഓക്കെ, നോക്കാം. നമുക്ക് എക്സ് മൈനസ് വൈ അല്ലേ വേണ്ടത്. അപ്പൊ നമ്മൾ നോക്കണം എക്സ് മൈനസ് വൈക്ക് വരാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ വിലയും ഏറ്റവും വലിയ വില എടുക്കണം. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് എക്സ് മൈനസ് വൈയുടെ വില നമുക്ക് പറയാം. ഓക്കെ, ഈ എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോഴേ എക്സ് മൈനസ് വൈക്ക് വരാൻ കഴിയുന്ന ഏറ്റവും വലിയ വില എന്ന് പറയുന്നത് എക്സിന്റെ ഏറ്റവും വലിയ വിലയും വൈയുടെ ഏറ്റവും ചെറിയ വിലയും കൂടെ കുറയ്ക്കുമ്പോഴാണ്. അതായത് എക്സിന്റെ ഏറ്റവും വലിയ വില എത്ര? എക്സിന് മാക്സിമം 5 വരെ വരാൻ പറ്റത്തുള്ളൂ. സോ 5 മൈനസ് വൈക്ക് വരാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വില എടുക്കണം. അത് എത്ര? 1. 5 മൈനസ് 1 എത്ര വരും? 4 വരും. ഓക്കെ, ബി കമന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പൊ എക്സ് മൈനസ് വൈക്ക് വരാൻ സാധിക്കുന്ന ഏറ്റവും വലിയ വില എന്താണ്? എക്സിന്റെ ഏറ്റവും വലിയ വിലയുടെ, കാരണം അതിൽ നിന്നാണ് അടുത്ത ആളിനെ കുറയ്ക്കേണ്ടത്. സോ എക്സിന് ആദ്യം കിടക്കുന്ന ആളുടെ വലിയ വില, രണ്ടാമത് കിടക്കുന്ന ആളുടെ ചെറിയ വില ഇട്ട് കൊടുക്കുമ്പോഴാണ് ഏറ്റവും വലിയ വില എക്സ് മൈനസ് വൈക്ക് കിട്ടുന്നത്. 4 കിട്ടിയത്. ഇനി എക്സ് മൈനസ് വൈക്ക് കിട്ടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വില കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന് ഏറ്റവും ചെറിയ വില ഇടണം, വൈക്ക് ഏറ്റവും വലിയ വില ഇടണം. എക്സിന്റെ ഏറ്റവും ചെറിയ വില 3 മൈനസ് വൈയുടെ ഏറ്റവും വലിയ വില 2 അതാണ് ഏറ്റവും വലിയ സംഖ്യ കുറയ്ക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. 3 2 പോയാൽ 1. സോ എക്സ് മൈനസ് വൈയുടെ ഏറ്റവും ചെറിയ വില 1, ഏറ്റവും വലിയ വില 4. അപ്പോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ഉണ്ടെങ്കിൽ ഇത് ശരി ഉത്തരമാണ്. ചിലപ്പോൾ ഇത് കാണാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോ നമുക്ക് ഓപ്ഷൻ്റെ അകത്ത് ഓപ്ഷൻ ബിയിലുണ്ട്, അത് നമ്മുടെ ശരി ഉത്തരമായിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ ഇവിടെ മൈനസ് ഇവിടെ ഈക്വലിന് പകരം -1 ഇവിടെ വേറൊരു സംഖ്യയൊക്കെ തരും. അങ്ങനെ വന്നാൽ ഈ റേഞ്ചിനകത്ത് വരുമെന്ന് നോക്കിയാൽ മതി. അതായത് ഇപ്പൊ ഇതിന് വേണമെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തന്നെ ഇങ്ങനെ എഴുതാമേ. കണ്ടേ, 0 ലെസ് ദാൻ 5 ഇങ്ങനെ എഴുതിയാലും ശരിയാ. എന്താ കാര്യം? 0-നേക്കാൾ വലുതാണല്ലോ 1. അപ്പൊ എക്സിന് 0-നേക്കാൾ വലിയ വിലയായിരിക്കും എക്സിനുള്ളത്, ആൻഡ് എക്സിന് 5-നേക്കാൾ ചെറിയ വിലയായിരിക്കും. ഇങ്ങനെ വന്നാലും നമുക്ക് ഈ ഉത്തരം ശരിയാണ്. പക്ഷെ ഇവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട്, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പൊ നമുക്ക് അത് തന്നെ സ്റ്റിക്ക് ചെയ്യാം. 1ഉം 4ഉം ഉത്തരമായിട്ട് എടുക്കാനും സാധിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഈക്വൽ ടു കൂടെ വന്നാൽ അതും ആൻസർ ആവും കേട്ടോ. ഇവിടെ 1 ലെസ് ദാൻ എക്സ് മൈനസ് വൈ ലെസ് ദാൻ 4 എന്ന് എഴുതിയാൽ ഇത് ഉത്തരമായിട്ട് വരത്തില്ല. കാരണം എന്താ? എക്സ് മൈനസ് വൈക്ക് 1-നേക്കാൾ വലിയ വിലയെന്ന് അതിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ നമുക്ക് 1 എന്ന വില കിട്ടുമല്ലോ. സോ അവിടെ ഈക്വൽ ടു വേണം കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഈക്വൽ ടു വേണം, വൈക്ക് ഈക്വൽ ടു വേണം. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ് ഉത്തരം? ഓപ്ഷൻ ബി, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അവിടെയും ഗോപിക അതും ശരിയായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ഗോപിക. ബാക്കിയുള്ളവർ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി മനസ്സിലാക്കണം. ഞാൻ ഇങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാമെന്നൊരു അവയർനെസ് കൂടി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ i+ന്റെ കോഴ്സ് PYQസും MCQസും ഒക്കെ ഉൾപ്പെടുന്ന സിലബസ് എല്ലാം കവേർഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടോപ്പിക്കും ക്ലാസ്സുകളും ലൈവ് റെക്കോർഡിങ്സും ഒക്കെ ഉള്ള നമ്മുടെ കോഴ്സ് ഇപ്പോൾ 50% ഓഫറിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടവർ ഈ പറഞ്ഞ ഞാനിപ്പോൾ കമന്റ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ച് അത് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വളരെ മികച്ച മാർക്കോട് കൂടി 90 മാർക്ക് എന്ന് പറയുന്ന ജനറൽ കാറ്റഗറിക്ക് 90 മാർക്ക് എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് 90 മാർക്കിലേക്ക് ഒതുങ്ങിപ്പോവാതെ നിങ്ങൾക്ക് സാധിക്കാൻ കഴിയുന്ന മാക്സിമം മാർക്ക് എന്ത് ചെയ്യുക? സ്കോർ ചെയ്യുക. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. നിങ്ങളെ എല്ലാവരും വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നിങ്ങൾ വിജയിക്കുന്ന സമയത്ത് നമ്മളെ തീർച്ചയായും നിങ്ങളുടെ വിജയവിശേഷം അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. അപ്പോൾ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോ ആര്യ മിസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമല്ലോ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അവസാനമായിട്ട് പറയാനായിട്ട്? ഇല്ല സാറേ,
നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Time ഓക്കെ ആർക്കെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് ബാക്കിയുള്ളവർക്ക് ലെഫ്റ്റ് ആവുന്നതാണ് കേട്ടോ.